بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ ഒരു സംസാരത്തിന് ഇരിക്കാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് ഇന്ന് ഉണ്ടായ ഒരു സംഭവം, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മളുടെ സഹോദരൻ ഫൈസൽ അല്ലെങ്കിൽ ഫൈസലിക്ക, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ മാത അല സുന്നത്തി മൻ മാത അലൽ ഇസ്ലാമി വസ്സുന്ന മാത അലൽ ഖൈരി കുല്ലി. ആരാണോ ഇസ്ലാമിലും സുന്നത്തിലുമായി മരണപ്പെടുന്നത് അവൻ എല്ലാ നന്മയിലുമായിട്ടാണ് മരണപ്പെടുന്നത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നത്തിലായിരുന്നുവെങ്കിൽ നമുക്കവർക്ക് വേണ്ടി സ്വർഗം പ്രതീക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ കാര്യത്തെ ഓർത്ത് നമ്മളേറെ വിഷമിക്കേണ്ടതുണ്ട്. കാരണം സുന്നത്തിലായിക്കൊണ്ട് മരിക്കുക എന്നത് അതെല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ആളുകൾക്ക് മാത്രമേ അത് നടക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹ്, അദ്ദേഹം മരണപ്പെട്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു നല്ല ഒരു യുവാവായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഇതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സാക്ഷ്യം സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്തതായി വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, കുറച്ചു നാളുകളായി വിദഅത്തുകാരെ കുറിച്ചുള്ള സംസാരങ്ങളും മറ്റും പല തിരക്കുകളാൽ, അല്ലെങ്കിൽ നമ്മളുടെ മറ്റു വിഷയങ്ങൾ പഠിക്കാനുള്ള തിരക്കുകളാലും മറ്റും നമ്മൾ അതിൽ നിന്നും അശ്രദ്ധരായിരുന്നു ചില സമയങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ബിദ്അത്തുകാരെ കുറിച്ച് താക്കീത് നൽകൽ അത് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അവർ ജനങ്ങൾക്കിടയിൽ വിഷം തുപ്പുമ്പോൾ അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ജനങ്ങൾക്ക് സന്മാർഗം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കാനുള്ള കാരണം, ഒരു ഹിസ്ബു സക്കരിയ സലാഹി മരണപ്പെട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷേ അദ്ദേഹം ളലാലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഘം സക്കരിയാക്കൾ എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. നമ്മളിപ്പോൾ അവരെ വിളിച്ചത് ഹിസ്ബു സക്കരിയ, അറബിയിൽ വിളിച്ചെന്ന് മാത്രം. സക്കരിയാക്കളെന്ന് മറ്റുള്ള സംഘടനക്കാരും മറ്റും വിളിച്ചത്, അതായത് മുജാഹിദ് സംഘടനയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ ഒരു വിഭാഗം. അവരുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പൊതുവെ മലയാളികൾ വിളിക്കാറ് സക്കരിയാക്കൾ എന്നാണ്. നമ്മൾ ഹിസ്ബു സക്കരിയ എന്ന് വിളിക്കുന്നു. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ കക്ഷി, സക്കരിയ എന്ന് പറഞ്ഞാൽ സക്കരിയ. അപ്പോൾ സക്കരിയയുടെ കക്ഷി എന്ന് നമ്മൾ വിളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ സംസാരം കേൾക്കാനിടയായി. നമുക്കറിയാം, അസ്മാഉല്ലാഹി അലാമുൻ വ ഔസാഫുൻ. അള്ളാഹുവിൻ്റെ പേരുകൾ എന്താണ്? അത് പേരുകളുമാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വസ്ഫുകളുമാണ്, വിശേഷണങ്ങളുമാണ്. എന്നാൽ മനുഷ്യരുടെ പേര് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മനുഷ്യരുടെ പേര് കരീം എന്ന് പേരുള്ളവനുണ്ടാകും, അവന് തീരെ കറമുണ്ടാവുകയില്ല, അവന് ഒരു ഔദാര്യവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ തൗഫീഖ് എന്ന് പേരുണ്ടാവും, പക്ഷെ തൗഫീഖ് തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകേണ്ടത്. ജവാദ് എന്ന് പേരുള്ളവനക്ക് ഒരു ജൂതും ഉണ്ടാവുകയില്ല. ഇതുപോലെ തൗഫീഖ് എന്ന് പേരുള്ള ഒരാൾ, അയാൾ സംസാരിച്ചത് എന്താണ്? നമ്മളുടെ സഹോദരനായ അബൂ മുഫ്ലിഹ് ഉസ്മാൻ ഹഫദഹുല്ലാഹ്, അവരുടെയും ഹിസ്ബു സക്കരിയയുടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും ഇടയിൽ ഉള്ള 25 വ്യത്യാസങ്ങൾ എന്ന ഒരു സംസാരിക്കുകയുണ്ടായിരുന്നു. 25 കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്. അപ്പോൾ അതിന് മറുപടി എന്ന നിലക്ക് ആണ്
ഈ സംസാരം തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറിലധികമുള്ള ഒരു സംസാരമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് കിട്ടിയപ്പോൾ അത് കേൾക്കണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്തിനാണ് ഇത് സമയം കളയുന്നതെന്ന് ആലോചിച്ചു. പക്ഷേ ഇത് കാരണത്താൽ ആളുകൾ തൽബീസിൽ അകപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടപ്പോഴും വിദഅത്തുകാർക്ക് മറുപടി കൊടുക്കൽ നമ്മളുടെ ബാധ്യതയാണ് എന്നത് ഓർത്തപ്പോഴും അത് കേൾക്കാമെന്ന് കരുതുകയും അങ്ങനെ പേനയുമായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി ഇരിക്കുകയും ചെയ്തു. ഏകദേശം 1 മണിക്കൂറിലധികമുള്ള സംസാരത്തിൽ 3 വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറഞ്ഞു എന്നാണ് വരുത്തി തീർക്കുന്നത്. 25 കാര്യങ്ങൾ ഉസ്മാൻ പറഞ്ഞതിൽ 3 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 3 കാര്യങ്ങൾക്കും മറുപിടിച്ചതല്ലാതെ മറുപടി പറഞ്ഞതായി നമുക്ക് കാണുക സാധ്യമല്ല. ഒന്നാമതായി പറയുന്നത് സലഫിയത്തല്ലാത്തത് സലഫിയത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ നമുക്ക് ഗീറത്തുണ്ടാകണം എന്നൊക്കെയാണ്. അതേ ഗീറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? സലഫിയത്തല്ലാത്തത് സലഫിയത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ ഉള്ള ഗീറത്ത് കൊണ്ടാണ്. കുറച്ചു കാലം മുമ്പുള്ള ചില ആളുകളുടെ സംസാരം നമ്മൾ ഈ പറയുന്നതൊക്കെ പ്രശ്നമാണ് എന്നുള്ള നിലക്കായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഇവരിലെ റിയാദ് ഷെയ്ഖ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഇവരിൽ ഒരു ഷെയ്ഖിൻ്റെ സംസാരമാണിത്. അപ്പോൾ ഷെയ്ഖിൻ്റെ സംസാരത്തിൽ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഈ 25 കാര്യങ്ങൾ മുഴുവനും അതെന്തായിരുന്നു? തൽബീസുകളായിരുന്നു. വെറും സത്യവും അസത്യവും കുഴച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തെറ്റിനെ എതിർക്കണം. അതുപോലെ തന്നെ സലഫിയത്ത് എന്ന പേരിൽ സലഫിയത്തല്ലാത്തത് കയറ്റിക്കൊണ്ടുവരും. അതായത് നമ്മൾ കൊണ്ടുവന്നത് എന്താണ്? സലഫിയത്തല്ലാത്തതാണ്. അവർ സലഫിയത്തിൻ്റെ പേരിൽ നമ്മൾ അവതരിപ്പിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവർ കൊണ്ടുവന്നതാണെന്ത്? സലഫിയത്ത് എന്ന് നമ്മൾ വിശ്വസിക്കുകയും വേണം. ശരി, അതിൽ ഒന്നാമത്തെ കാര്യമായി മൂപ്പർക്ക് പറയാനുള്ളത് ഹിസ്ബു സക്കരിയ എന്ന് നിങ്ങൾ വിളിക്കരുത്. അതായത് ഹിസ്ബു സക്കരിയ, നമ്മളൊന്നും ഹിസ്ബു സക്കരിയ അല്ല, പിന്നെ നിങ്ങൾ ആരുടെ ഹിസ്ബാണ്? ഇതാണ് ഒന്നാമതായി നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം. അവർ പറഞ്ഞു നമ്മൾ എന്തല്ല, ഹിസ്ബു സക്കരിയ അല്ല. അപ്പോൾ ഹിസ്ബു സക്കരിയ നിങ്ങൾ പുറത്താക്കിയോ? നിങ്ങളുടെ മനഹജിൽ തന്നെയല്ലേ സക്കരിയ സലാഹി ഉള്ളത്? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. സക്കരിയ സലാഹിനെ പുറത്താക്കിയോ? അതല്ല അബ്ദുറൌഫ് നദ്വിന്റെ കൂടെ ആക്കിയോ സക്കരിയ സലാഹിനെയും? മുതിർന്നവർ, അതായത് താടി നരച്ചവരൊക്കെ ഞങ്ങളുടെ ടീമല്ല എന്നുള്ള തീരുമാനത്തിലാണോ നിങ്ങളുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹിസ്ബു സക്കരിയ എന്നിനി ആരെയാണ് വിളിക്കേണ്ടത്? അബ്ദുറൌഫ് നദ്വി ടീമിനാണോ വിളിക്കേണ്ടത്? അവരാണോ സക്കരിയ സലാഹിന്റെ ആളുകൾ? ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങളെന്താണ് വിളിക്കേണ്ടത്? ഹിസ്ബു മുഹ്സിൻ എന്നാണോ, ഹിസ്ബു തൗഫീഖ് എന്നാണോ, ഹിസ്ബു നിയാഫ് എന്നാണോ നമ്മൾ വിളിക്കേണ്ടത്? വേറെ ഏതെങ്കിലും പേരുകൾ, ഏതെങ്കിലും സാധാരണക്കാരൻ്റെ പേര് വെച്ചുകൊണ്ട് നമുക്കെന്തില്ല ഒരു കാര്യവുമില്ല. കാരണം ആളുകൾക്ക് തിരിച്ചറിയില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഹിസ്ബു സക്കരിയ എന്ന് പറയുന്നത്? അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സക്കരിയ സലാഹിയുടെ കക്ഷി, സക്കരിയ സലാഹി ഉണ്ടായിരുന്ന കക്ഷിയാണത്. അപ്പോൾ അദ്ദേഹം കഷ്ടപ്പെട്ട് ഒരു കൂട്ടി വന്നിട്ട് ഇവർ പറയാൻ അമ്മ അതല്ല എന്ന് പറയാം. പിന്നെ ആ മനുഷ്യൻ എന്തിനാ കഷ്ടപ്പെട്ട്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹിസ്ബു സക്കരിയ എന്ന് നിങ്ങളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സക്കരിയ സലാഹി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ മനഹജിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ടീം, കക്ഷി. സക്കരിയ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുള്ള കക്ഷി. തമാം. അതിന് ഹിസ്ബു തൗഫീഖ് എന്ന് പറഞ്ഞാലും ഇത് തന്നെ സാധനം, ഹിസ്ബു മുഹ്സിൻ എന്ന് പറഞ്ഞാലും ഇത് തന്നെ സാധനം, ഹിസ്ബു അബ്ദുറൌഫ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സാധനം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചില മുളകിന് എരിവ് കൂടി, ഉപ്പിന് ഉപ്പ് കൂടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ 2 കക്ഷികളായി. പക്ഷേ നിങ്ങളെല്ലാവരുടെയും ഒരുമിപ്പിക്കുന്ന വികാരമാണെന്ത്? സക്കരിയ എന്ന് പറഞ്ഞത്, അഷേഖ് സക്കരിയ സലാഹി എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളെ ഹിസ്ബു സക്കരിയ എന്നോ സക്കരിയാക്കൾ എന്നോ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുക. കാരണം അതല്ലെങ്കിൽ നിങ്ങൾ വേറെ പേര് കൊണ്ടുവരിക. ഹിസ്ബു മുഹ്സിൻ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്, അതല്ല കാരപ്പറമ്പ് ടീം എന്നാണ് വിളിക്കേണ്ടത്. എന്താണ് വിളിക്കേണ്ടത്? മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ ആര് തിരിഞ്ഞാലും അവർ തലകുത്തി വീഴപ്പെടും. അതിനുള്ളൊരു ഉദാഹരണമാണ് തൗഫീഖ് എന്ത് ചെയ്തത് നമുക്ക് വരച്ച് കാണിച്ചു തന്നത്. എന്തായാലും ഹിസ്ബു സക്കരിയ എന്ന് നമ്മൾ എന്തിനു വിളിക്കുന്നു? നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട്ടരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ എന്ത് ചെയ്യുന്നില്ല, അധികം മാറ്റുന്നില്ല. നമ്മളിൽ ഒരാളായി മാറാതെ നിൽക്കാനുള്ള കാരണം അടുത്ത വിഷയം. അതായത് അബൂ മുഫ്ലിഹ് എന്തിനാണ് ഈ 25 കാര്യങ്ങൾ അവതരിപ്പിച്ചത്? നമ്മളിൽ ഒരാളായി നിൽക്കാതെ മാറി നിൽക്കാനുള്ള കാരണങ്ങൾ. ആരാണ് നിങ്ങളെ പരിഗണിക്കുന്നത്? നിങ്ങളിൽ ഒരാളായി നിൽക്കാതെ ഞങ്ങൾക്ക് മാറി നിൽക്കണം, അതുകൊണ്ട് ആളുകളെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാത്തത്. അതിന് നിങ്ങളാരാണ്? മനസ്സിലാകുന്നുണ്ടോ? അതിന് ആരാണ് നിങ്ങളെ വില വെച്ചത്? നിങ്ങളിൽ ഒരാളായി ആകാതെ മാറി നിൽക്കാൻ മാത്രം സഹോദരങ്ങളെ നിങ്ങളാരും കണക്കിൽ കൂട്ടിയിട്ടില്ല. വിസ്ഡംകാരിൽ പെടാത്ത നിൽക്കാനുള്ള കാരണമെന്ന് ചില ആളുകൾ പറയുന്നുണ്ടാവാം. ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുജാഹിദ്, ഞങ്ങളിൽ പലരും, എല്ലാവരും അല്ല, നമ്മളുടെ ഇഖ്വകളിൽ പലരും എന്താണ്, സമസ്തക്കാരെ വിട്ട് അൽഹംദുലില്ലാഹ് നേരെ സലഫിയത്തിലേക്ക് വന്നവരാണ്. അതുപോലെ മറ്റു മതങ്ങൾ വിട്ട് സലഫിയത്തിലേക്ക് വന്നവരാണ്. അങ്ങനെയുള്ള പല സഹോദരന്മാരുണ്ട്. അവരൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആരാണ് ഈ സക്കരിയ സലാഹി എന്ന് ചോദിച്ചാൽ പല ആളുകളുണ്ട് എൻ്റെ കൂടെ. ഇതാരാണ് ഈ സക്കരിയ സലാഹി എന്ന് പറഞ്ഞാൽ, ഇതാരാണ് ഈ മൂസിൻ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ആരാണ് അതിന് നിങ്ങളിൽ നിന്ന് മാറിയിക്കാൻ, കാര്യങ്ങൾ ബോധിപ്പിക്കാനായിട്ട് നിങ്ങളാരാണ്? നിങ്ങളെ ഞങ്ങൾക്ക് അറിയാമെന്നതൊഴിച്ച് പിന്നെ ഞങ്ങൾ എന്തിനാണ് 25 കാര്യങ്ങൾ പറഞ്ഞത്? നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞതാണ്. അതല്ലാതെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരായിരുന്നു, പക്ഷെ ഈ കാരണങ്ങൾ കൊണ്ട് നിൽക്കുന്നില്ല. ആരാണ് നിങ്ങൾ എന്നത് നിങ്ങൾ തിരിച്ചറിയണം. അതിനു മാത്രം നിങ്ങൾ ആരുമല്ല എന്നത് തിരിച്ചറിയണം. ശരി, ഇതാണ് അടുത്ത കാര്യം. ഇനി നമ്മളൊരു ഹിസ്ബല്ല എന്ന് പറയാ, നമ്മളൊരു കക്ഷിയല്ല എന്ന് പറയാ, എന്നിട്ട് പറയാം നമ്മളിൽ ഒരാളാവാത്തതിൻ്റെ കാരണം. നമ്മളിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കക്ഷിയാവാത്തിട്ട് നിങ്ങൾക്ക് ഞാനെന്തിന് കാരണം ബോധിപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങളെന്തിന് കാരണം ബോധിപ്പിക്കണം? ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം മനസ്സിലാകുന്നുണ്ടോ? അതായത് ചെറിയ ചെറിയ വാക്കുകളാണ് ഇട്ടുകൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഉള്ള ഉദ്ദേശങ്ങൾ എന്താണ്? നമ്മളെന്തോ സെറ്റപ്പാണ്, ഒരു സംഭവമാണ്, നമ്മളുടെ കൂടെ നിൽക്കാതിരിക്കാൻ അവർക്ക് പല കാരണങ്ങളും ബോധിപ്പിക്കേണ്ടി വരികയാണ്, അതിനാൽ അവർ ബോധിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള നിലക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ പോയിന്റ്. ഇനി അവനത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും സംസാരത്തിൽ അതുണ്ട്. ഇനി അതല്ല അവൻ്റെ ഉദ്ദേശമെങ്കിൽ അവനത് വ്യക്തമാക്കിക്കോട്ടെ. തയ്യബ്, സംസാരത്തിലുള്ള ലാസിമുകളാണ് ഈ പറയുന്നത്. ഈ ലാസിമിനെ കുറിച്ച് പറയാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ അത് പറഞ്ഞത്. ശരി, തയ്യബ്, അടുത്ത വിഷയം. അവൻ പറഞ്ഞു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളെ അന്യായമായി ആക്ഷേപിക്കുക എന്നതാണ് ഒന്നാമത്തെ കുറ്റമായി അബൂ മുഫ്ലിഹ് എടുത്തു പറഞ്ഞ കുറ്റം. അതിനൊരു ഉദാഹരണം പറഞ്ഞത് എന്താണ്? നിയാഫ് ഇബ്നു ഖാലിദ് എന്ത് ചെയ്തത്? ഒരു ലേഖനം എഴുതി. യമനും മതപഠനവും ചില യാഥാർത്ഥ്യങ്ങളും. അതിൻ്റെ വരികൾ പലതും ഞാൻ മറന്നുപോയിട്ടുണ്ട്, പലതല്ല, ഏകദേശം എല്ലാം മറന്നുപോയിട്ടുണ്ട്. എങ്കിലും ഇവൻ പറഞ്ഞപ്പോൾ ഓർത്ത ചില കാര്യങ്ങൾ. വെല്ലും ബ്രേക്കും, ഇവൻ പറഞ്ഞതല്ല, ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഫത്വ കൊടുക്കുന്ന ചില ആളുകൾ. അതുപോലെ തന്നെ ഉലമാക്കളെന്ന് ഇവർ മാത്രം വിളിക്കുന്ന ചില യമനികൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചില ഉലമാക്കളെ, യമനിലുള്ള ഉലമാക്കളുടെ പേരുകൾ നമ്മൾ പറയാറുണ്ട്. മനസ്സിലായോ? ഈ പേരുകളൊന്നും പറയാതെ ഇവർ ഉലമാക്കളെന്ന് വിളിക്കുന്ന യമനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാൾ പെട്ടോ മുഴുവൻ ആളുകളും പെട്ടോ? മുഴുവൻ ആളുകളും പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്തല്ല, ഒരു വാക്കിന്റെ അർത്ഥം പിടിച്ചു പോകലല്ല. ലാസിം എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ലാസിമ് പിടിച്ചു പോകലല്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞതാണ്, നിയാഫ് പറഞ്ഞതിന്റെ ലാസിമ് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നിയാഫിനെ ആക്ഷേപിക്കുന്നത്. ആർക്കാണ് നിയാഫിന്റെ സംസാരം കേട്ടാൽ ഇത് യമനിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ആക്ഷേപിക്കലാണ്, അല്ലെങ്കിൽ പിന്നെ ആ വാക്കെന്താണ്? 0 അർത്ഥമുള്ളതാണ്. ആ വാക്കിന് അർത്ഥം വേണ്ടേ? ഒരു വാക്കൊരു ആള് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വേണം? അതിനൊരു അർത്ഥം വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് കാര്യമാകുന്നപ്പോഴാണ്, അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകുമ്പോഴാണ്. മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് നമുക്ക് ഉപകാരപ്പെടുന്ന എപ്പോഴാണ്? അത് ഇൽമോട് കൂടിയാവുമ്പോഴാണ്, അതിനുള്ള അർത്ഥം വരുമ്പോഴാണ്. അതുപോലെ തന്നെ ഏത് കാര്യവും നമ്മൾക്ക് എന്ത് വേണം? നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിന് അർത്ഥം വേണം. ഉലമാക്കളെന്ന് ഇവർ മാത്രം വിളിക്കുന്ന ചില യമനികൾ, ഈ ഒരു ശൈലി, അത് കുറ്റം പറച്ചിലാണ്. ഈ ഒരു വാക്ക് മാത്രമല്ല അതിലുള്ളത്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഫത്വ നൽകുന്നവർ,
അതുപോലെ തന്നെ ആ ലേഖനം കയ്യിലിപ്പോൾ അന്വേഷിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിലുള്ള ഓരോ സാധനങ്ങളും നമുക്ക് വായിക്കായിരുന്നു. പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അതിലെന്ത് ചെയ്യുന്നുണ്ട്, അവൻ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നമ്മൾ ഉലമാക്കളെ കുറ്റം പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? നമ്മൾ ഉലമാക്കളെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയും. സഹോദരങ്ങളെ, ഇതെന്ത് ന്യായമാണ്? എന്നിട്ട് അതേ വാദം തന്നെ ആര് പറയാ? ഈ സംസാരിക്കാൻ വേണ്ടി വന്നവനും പറയാം, ഇതിൽ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പേരെടുത്ത് പറഞ്ഞു എന്ന് നമ്മളും പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടെ മനുഷ്യരായി ഉലമാക്കളായി ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ ഉലമാക്കളെന്ന് വിളിക്കുന്നുണ്ട്. അവരെ കുറിച്ചാണ് ഈ സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഉലമാക്കളെന്ന് ഇവർ മാത്രം വിളിക്കുന്ന ചില യമനികൾ എന്ന് പറയുകയും ചെയ്തു. സഹോദരങ്ങളെ, എന്നിട്ട് അതിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നിയാഫ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്നുണ്ട്. അവിടെ യമനിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട പലതും നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. മനസ്സിലായോ? എത്ര മഹത്തായ കാര്യമാണെങ്കിലും മതപഠനം വളരെ മഹത്തായ കാര്യമാണ്. ചില വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല, പലപ്പോഴും വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് നമുക്ക് പോയാൽ എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കാര്യം, അതായത് അതിനിവർക്കുള്ള മാതൃകയാകട്ടെ ഉലമാക്കളെന്ന് ഇവർ മാത്രം വിളിക്കുന്ന ചില യമനികളാണ്. അതുപോലെ തന്നെ ബെല്ലും ബ്രേക്കുമില്ലാത്ത ഫത്വകൾ ഇറക്കുന്നവർ. അതുപോലെ തന്നെ ഇത് ഹിസ്ബിയത്ത് അല്ലെങ്കിൽ വേറെന്താണ് ഹിസ്ബിയത്ത്. അതുപോലെ തന്നെ അല്ലാമമാരെന്നും അതുപോലെ തന്നെ ഷെയ്ഖുമാരെന്നുമൊക്കെ ഇവർ തന്നെ ചിലരെ വിളിക്കുക. ഇതൊക്കെ എന്താണ്, ഈ ഉലമാക്കളെ മൊത്തത്തിൽ ഉള്ള ആക്ഷേപങ്ങളാണ്. അതുപോലെ ഇനിയും അതുപോലെയുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. പൊതുവെ ഉലമാ എടുത്തു ചാടി നീതി അനുസരിച്ച് അവർ വിലയിരുത്തുകയുള്ളൂ. പണ്ഡിതന്മാരുടെ വിഷയങ്ങൾ പറയുകയാണ്. പണ്ഡിതന്മാർക്ക് മഹത്തരമായ പല ഗുണങ്ങളുമുണ്ട്. അവർക്ക് അവരുടേതായ ചില ഭംഗിയുള്ള രീതികളുണ്ട്. നീതിയും ക്ഷമയും അവധാനതയുമെല്ലാം അതിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. ലോകത്തുള്ള കൂട്ടായ്മകളെയും പ്രബോധകരെയും ഒക്കെ നീതി അനുസരിച്ച് അവർ വിലയിരുത്തുകയുള്ളൂ. എടുത്തു ചാടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞേക്കുകയെന്നത് പൊതുവെ ഉലമാക്കളുടെ സ്വഭാവമല്ല. എന്നാൽ യമനിലേക്ക് പോകുന്നവരെത്തിച്ചേരുന്ന മർക്കസുകളുടെ തലവന്മാരിൽ പലരിലും ഇത്തരം സ്വഭാവ ഗുണങ്ങൾ കാണാൻ കഴിയുന്നില്ല. അനീതിയും എടുത്തുചാട്ടവും വേണ്ടുവോളം കാണാനും കഴിയുന്നു. അതിനുള്ള വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ അടുത്ത് പുറത്തു വന്ന ഒരു യമനി ഫത്വ. കേരളത്തിലെ എളിയവരായ പല പ്രബോധകരെയും അതിൽ പേരെടുത്ത് വിമർശിക്കുന്നു. ഒരിക്കലും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ രീതിയല്ല ഇത്. ലോക മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഈ കൊച്ചു കേരളത്തിലെ ഏതാനും പ്രബോധകരുടെ പേരുകൾ വലിയ പണ്ഡിതന്മാർ ഇത്തരത്തിൽ പരാമർശിക്കുകയില്ല. അത് ഉലമാക്കളുടെ നിലവാരത്തിന് യോജിച്ചതല്ല. വിമർശിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അവർ ഞങ്ങളുള്ളവരുടെ പേരുകൾ അവരുടെ നാവ് കൊണ്ട് പറയുകയില്ല. കാരണം അവരുടെ വിമർശനം ഏറ്റുവാങ്ങണമെങ്കിൽ പോലും ഒരു മിനിമം നിലവാരം ആവശ്യമുണ്ട്. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്ന മർക്കസുകളിലെ തലവന്മാർ, അവരിൽ പണ്ഡിതന്മാർക്കുണ്ടാകേണ്ട നിലവാരം കാണുന്നില്ല. അനീതിയും വേറെന്താ പറഞ്ഞത്, എടുത്തുചാട്ടവും വേണ്ടുവോളമുണ്ട്. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? മർക്കസുകളിലെ ഉലമാക്കളെ കുറിച്ച്. അവരെ കുറിച്ച് എന്ത് പറയാ? അനീതിയും എടുത്തുചാട്ടവും ഉണ്ട് എന്ന് അങ്ങോട്ട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മൾ ഉലമാക്കളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇതെന്താണ്? ഇത് ഏത് ലാസിമാണ്? ഈ ലാസിമും വാഹിറും എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവന്റെ സംസാരത്തിൽ ഒരു വലിയ സമയം അതിനു വേണ്ടിയിട്ടാണ് കളഞ്ഞത്. എന്തിന്? ഒരാൾ നേരെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു അർത്ഥമുണ്ട്, അതിൻ്റെ അർത്ഥമായി വരുന്ന അതിൻ്റെ ഇങ്ങനൊരു അർത്ഥം നോക്കിയാൽ ചിന്തിച്ചാൽ കിട്ടുന്ന വേറൊരു അർത്ഥമുണ്ട്. അത് ലാസിമും ഇത് വാഹിറും. ഇത് ഞാൻ ഈ പറയുന്ന വർത്തമാനം ഏത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിദ്യാർത്ഥികൾ പഠിക്കാൻ യമനിലേക്ക് പോകുന്ന മർക്കസുകളുടെ തലവന്മാരിൽ പലരും എന്തില്ല? നീതിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവധാനതയുമില്ല, മറിച്ച് അനീതിയും എടുത്തിയാട്ടവുമാണ് അവരിലുള്ളത്. അനീതി പറഞ്ഞാൽ ദുൽമും അതുപോലെ തന്നെ പിന്നെന്താണ്? എടുത്തുചാട്ടവുമാണുള്ളത്. അപ്പൊ ഇത് ഉലമാക്കളെ കുറിച്ചുള്ള ആക്ഷേപം അല്ലെങ്കിൽ പിന്നെന്താണ് ആക്ഷേപം? അതിനൊരാളുടെ പേര് പറഞ്ഞിട്ട് വേണം. ഒരാളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ആ ആളെ മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം. ഇതിപ്പോ എന്താ ചെയ്തത്? നമ്മൾ പോകുന്ന മർക്കസുകളിലെ ഓരോ ഉലമാക്കളും എന്താണ്? ഈ വാക്കിന് ഇരയായി കഴിഞ്ഞു.
നമ്മൾ ചോദിച്ചിരുന്നു ആരാണത്, അതിനുള്ള ഉത്തരമില്ല. മറിച്ച് ഞാൻ എന്നിട്ട് പറയാണ് ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. ഞാനത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടിരുന്നത്, ഇങ്ങനെയല്ല പറയേണ്ടിരുന്നത്. ഉദ്ദേശിച്ചത് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയല്. നേരെ മറിച്ച് വ്യക്തമായി നമ്മളും അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. നമ്മളും എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഉലമാക്കളെ ഇന്ന ശൈഖിനെ കുറ്റം പറഞ്ഞു നമ്മൾ പറയുന്നില്ല. നിയാഫ് ഇബ്നു ഖാലിദ് ഇന്ന ശൈഖിനെ കുറ്റം പറഞ്ഞു നമ്മൾ പറയുന്നില്ല. മറിച്ച് എന്താ പറഞ്ഞത്? നിയാഫ് പറഞ്ഞ അതേ ശൈലിയിൽ യമനിലെ ഉലമാക്കളെ കുറ്റം പറയുന്നു എന്നാണ് പറഞ്ഞത്. നിയാഫ് എന്താ പറഞ്ഞത്? ഇവർ പോകുന്ന മർക്കസുകളിലെ തലവന്മാർ അനീതിയും എടുത്തുചാട്ടവും ഉള്ളവരാണ്. ഇതിലെന്താണ് വ്യത്യാസം? ഇതിലേത് ലാജിമാണ്, ഏത് അർത്ഥഗർഭത്തിലേക്കാണ് നമ്മൾ കടന്നത്? മനസ്സിലാവുന്നുണ്ടോ? കാര്യം മനസ്സിലായോ? ഈ പറയുന്നത് തൗഫീഖിനുള്ള മറുപടി ആയതുകൊണ്ടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. പറഞ്ഞു വന്നത്, ഒരു കാര്യത്തിൻ്റെ ലാസിം എടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇരുന്നിട്ടില്ല, അതിന് രണ്ട് ലാസിം ഉണ്ടാകും. ഒന്നുകിൽ ഫുള്ള് കെടുപ്പായിരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫുള്ള് പണിയായിരുന്നതായിരിക്കും. ഇല്ലേ? രണ്ട് ലാസിമും കിട്ടും. ഒരുത്തൻ പറയാണ് ഇന്നലെ അപ്പം ഉറങ്ങിയിട്ടില്ല മനുഷ്യൻ പാവം. വേറൊരാൾ പറയാണ് സുബ്ഹാനല്ലാഹ് ഇന്നലെ ഇശാ കഴിഞ്ഞ അപ്പം അങ്ങനെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. ഇയാൾ പറഞ്ഞെന്ത്? ഞാൻ ഇരുന്നിട്ടില്ല ഉദ്ദേശിച്ച് വേറൊന്നല്ല, ഫുള്ള് പണിയായിരുന്നതാണ്, ഇനിയിപ്പോൾ ചർച്ച നടത്തണ്ട. ഇതിങ്ങനെ ഒരു ഇരുന്നിട്ടില്ല എന്ന വാക്കിൽ നിന്നും ഒരുത്തനിക്ക് ഈ ലാസിമും കിട്ടി, മറ്റവനക്ക് ആ ലാസിമും കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അതിലൊരു ലാസിമ് ചിലപ്പോൾ ഇയാളെന്ത് ചെയ്യും? സമ്മതിക്കുകയും ചെയ്യും. ഇനി ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ വേറൊരു കൂട്ടർ വന്നിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ് ഇന്നലെ രാത്രി ചങ്ങായി ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറയാണ് എന്റെ വർത്താനത്തിന്റെ ലാസിം എടുത്തിട്ട് പറയാ. അതെങ്ങനെ പറയുന്നത്? മറിച്ച് ഇരുന്നിട്ടില്ല എന്ന് ഓൻ തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? അവൻ തന്നെയാണ്. ഇതേ നിയാഫാണ് പറയുന്നത് എന്ത്? യമനിലേക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന യമനിലെ മർക്കസുകളിലെ പല തലവന്മാരും അനീതിയും എടുത്തുചാട്ടവും ഉള്ളവരാണ്. എന്നിട്ട് പറയാം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെന്തിനാണ് പറഞ്ഞത്? ഇനിയിപ്പോൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയല്ലേ എന്ന് ചോദിക്കരുത്, പറഞ്ഞതല്ലല്ലോ എന്ന് ചോദിക്കരുത്. തയ്യബ് സഹോദരങ്ങളെ, ഞാൻ 1 മണിക്കൂറും സംതിങ്ങും ഒരു മറുപടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്ത്, എന്തോ കാര്യം 25ഉം 30ഉം തകർക്കാൻ വേണ്ടിയിട്ടുള്ള മറുപടി ആയിരിക്കും എന്നായിരിക്കും വിചാരിച്ചത്. അങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു. അതായത് കുളത്തിൽ സ്രാവിനെ പിടിക്കാൻ പോയാലേ അവിടെ പോയിട്ട് സ്രാവിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ചില നേരത്തെ മനുഷ്യനല്ലേ, എന്തോ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഈ സംസാരങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ തുടക്കാണ്, വിഷയത്തിലേക്ക് കയറിയിട്ടില്ല. അന്യായമായി ആക്ഷേപിക്കുന്ന വിഷയം ഇത് പറഞ്ഞ് ഏകദേശം 40 മിനിറ്റോളം എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നാമത്തെ ഈ വിഷയം തന്നെ ഇങ്ങനെ കറക്കിത്തിരിച്ച് പറയുന്നുണ്ട്. തയ്യബ് എന്തായാലും ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. പണ്ഡിതന് പറ്റി എതിർത്ത് പറയപ്പെടണം, അങ്ങനെയാണ്. അതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. പ്രശ്നം ഇതാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മർക്കസുകളിലെ തലവന്മാർ, അതായത് ഉലമാക്കൾ, അവിടെ തലവന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മർക്കസിലുള്ളതുപോലെ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും അല്ല തലവൻ. എന്നിട്ട് ജോലിക്ക് എന്തിരിക്കുക? ഇവരിയ്ക്കുക, എന്നിട്ട് ഇവർക്ക് ശമ്പളം വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും പറയുക. ഇതല്ല യമനിലെ മർക്കസുകൾ. നിങ്ങൾ വിചാരിക്കണ്ട തലവന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ സെക്രട്ടറിയാണ് ഇത് ഭരിക്കണമെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ? അത് നിങ്ങളെ മർക്കസുകളിൽ അങ്ങനെ ആയിരിക്കാം. കമ്മിറ്റിയിൽ ഇപ്പം എന്താ ചർച്ച? നമ്മളെ മർക്കസിൽ ഇന്നാളെ അഭിപ്രായം ഇങ്ങനെയാണ്, ഉസ്താദന്മാരിങ്ങനെ തലപോകുകയാണ്, അയ്യോ മൂപ്പര് പറഞ്ഞതല്ലേ എന്ന് പറയലല്ല. മറിച്ച് അവിടെ തലവന്മാർ അവിടുത്തെ ഉലമാക്കളാണ്. ഇതൊന്നും അറിയാതെ വെറുതെ പൊട്ടിച്ചാണെങ്കിൽ ഞാൻ അറിയാതെ പറയാന്നാണ് പറയാ, അല്ലാതെ ലാസിമും ബാഹിറും പറയലല്ല. മനസ്സിലാവുന്നുണ്ടോ? ശരി, അവിടുത്തെ മർക്കസുകളെ തലവന്മാർ അനീതിയും എടുത്തുചാട്ടവും വേണ്ടുവോളം, കുറച്ചല്ല അത്യാവശ്യത്തിനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ പേരുകൾ പറഞ്ഞു, അത് ശരിയാണ്, നിങ്ങളുടെ പേരുകളൊക്കെ പറയാന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ് നാണക്കേടുള്ള കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? ചിലപ്പോൾ ബാത്റൂം കഴുകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചൊക്കെ നമ്മളുടെ ശരീരം കഴുകേണ്ടതായ അവസ്ഥകളും വരാറുണ്ട്. അപ്പോൾ അത് വേണ്ടി വരും. അതെന്താണ്? അത് അത്യാവശ്യത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ച് കഴുകാതിരിക്കാൻ പറ്റുമോ? അവിടെ പോണ്ട, അവിടെ മോശമാണെന്നിട്ട് അങ്ങനെ ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. പറയേണ്ടി വന്നാൽ പറയും, അത്ര തന്നെ. ശരി,
തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തണം എന്നൊക്കെ മൂപ്പരെന്ത് ചെയ്യാണ്, മൂപ്പരവിടെ കൂടുതലുള്ള ആൾക്കാരുടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കത് തന്നെ പറയാനുള്ളത്, തെറ്റ് തിരുത്തണം, ഇത് തിരുത്തിയിട്ടില്ല, ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ലാസിമാണ്, ദാഹിറല്ല. ഈ ദാഹിറിനേക്കാൾ പിന്നെ എന്ത് ദാഹിറാണ് വേണ്ടത്? അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പേര് പറയണമായിരുന്നു. പേര് പറഞ്ഞിരുന്നെങ്കിൽ ആ ശൈഖിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പറഞ്ഞിട്ടില്ല എന്ന് പറയായിരുന്നു. ഇതെല്ലാവരും അടച്ചാക്ഷേപിച്ചിട്ട് പറയാ ഞങ്ങൾ ആരെയും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്? ഞങ്ങളുടെ മാന്യത കൊണ്ടാണ് ഞങ്ങളത് ഇത് പേര് പറയാത്തത്, നിങ്ങളൊന്നും ശരിയല്ലടാ എന്ന് പറഞ്ഞു. എന്താ പറയാണ്? അപ്പൊ അല്ല നിങ്ങൾ പാലൊരു കുഴപ്പക്കാരാണ്, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം കുഴപ്പക്കാരാണ്. ഇതിലിപ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചത്? എല്ലാവർക്കും കിട്ടി. കാരണം എന്താ? ഓനും പ്രശ്നം. ഇപ്പൊ എന്താ ഉസ്താദ് പറഞ്ഞത്, എന്തെങ്ങനെ പറയാൻ പാടുന്നത്? നമ്മളൊക്കെ കുറിച്ച് ഇപ്പൊ ആൾക്കാർ മോശം വിചാരിക്കൂലേ? മറിച്ച് ഉസ്താദിന് ആരെങ്കിലും കുറ്റം പറയണമെങ്കിൽ മര്യാദക്ക് അവന്റെ പേര് പറയായിരുന്നില്ലേ? അപ്പൊ എന്തായി? ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെട്ടു. ഇതിപ്പോ എല്ലാരെയും പറഞ്ഞിട്ട് പറയാം ഞങ്ങൾ ആരെയും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, തൗഫീഖ് എന്ന പേര് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആരാണോ സുന്നത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചത് അവൻ എന്ത് ചെയ്യും? അവൻ സത്യം പറയാൻ തൗഫീഖ് ലഭിക്കപ്പെടും. അവന് സത്യം പറയാൻ തൗഫീഖ് ലഭിക്കപ്പെടും. അപ്പം നിയാബ് പറഞ്ഞത് എന്തല്ല, ദാഹിറായിട്ട് കുറ്റം പറയലല്ല, ലാസിമാണത്. ലാസിം എടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലേക്കും പോകേണ്ടി വരും എന്നിട്ട് പറയാണ്. അടുത്ത വിഷയത്തിലേക്ക് കൊണ്ടുവരാണ്. എന്താണത്? എന്നിട്ട് അവര് തന്നെ ലാസിം എടുക്കുന്നതിനെ എതിർക്കുന്നു. അവര് തന്നെ ലാസിം എടുക്കുന്നതിനെ എതിർക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നിട്ട് പറയാണ്. രണ്ടാമത്തെ വിഷയം എന്താണ്? നമ്മളുടെ മേൽ കളവുകൾ പറയുന്നു എന്നതാണ്. നമ്മളുടെ മേൽ കളവുകൾ പറയുന്നു. എന്നിട്ട് അതിലൊരു വിഷയം എടുത്തിട്ട് ഒന്നാമത്തേൽ തന്നെ കൂട്ടിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത്തെ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഒന്നാമത്തേൻ്റെ മറുപടി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളവുകൾ പറയുന്നു എന്താണ്? എന്നിട്ട് അതിൽ പറയാണ്, നമ്മൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളയെ എന്ത് ചെയ്തു? തബ്ദീഅ് ചെയ്തു എന്ന് ഹിസ്ബു സക്കരിയ ആക്ഷേപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് നമ്മളുടെ മേലുള്ള കളവാണ്. തമാം. അപ്പോൾ പിന്നെ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവരാണ്. എന്താണത്? വിഷയം എന്താണ്? അതിൽ ലാസിമല്ല, വാഹിറായ ഖൗലാണ്. നിങ്ങൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദറിനെ തബ്ദീഅ് ചെയ്തത് അത് വാഹിറായിട്ടുള്ള തബ്ദീഅ്, അത് പച്ചക്ക് ക്ലിയർ ആയിട്ടുള്ള തബ്ദീഅ്. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ലാസിം എടുക്കരുത് എന്ന്. നിയാഫ് പറഞ്ഞ ലാസിമിനെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വാഹിറാക്കി. അതിനെന്ത് ചെയ്തു? ഇങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. മനസ്സിലാവണ്ടേ? ഞാൻ പറയണത് സ്പീഡായതുകൊണ്ട് അല്ല, സ്പീഡാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ. തയ്യിബ്. അപ്പോ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തെ ഷെയ്ഖ് ഹസൻ ബാഷുഐബ് ഹഫിളഹുല്ലാ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ചില കാര്യങ്ങളിൽ ആക്ഷേപിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മൻഹജുഹു തുറാസി. അദ്ദേഹത്തിന്റെ മൻഹജ് എന്താണ്? തുറാസിയാണ്, തുറാസിയായ മൻഹജാണ്. അദ്ദേഹത്തോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, താങ്കൾ അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ല, അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്യുന്നില്ല, അദ്ദേഹം മുബ്തദിഅാണ്, നമ്മൾ പറയുന്നില്ല. മറിച്ച് എന്താണ്? മൻഹജുഹു തുറാസി, ആളുടെ മൻഹജ് തുറാസിയാണ്. തുറാസി എന്ന് പറഞ്ഞാൽ ഇഹ്യാ തുറാസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം. അപ്പൊ തുറാസി എന്ന് അദ്ദേഹം പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾക്ക് ഈ കാര്യത്തിൽ ഉണർവുണ്ടാവാൻ വേണ്ടി, ഈ കാര്യം ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടി. ഇയാൾ വിദാത്തുകാരനാണ് എന്ന് ഇതുവരെ എന്ത് ചെയ്യില്ല ഷെയ്ഖ് ഹസൻ ബാഷുഐബ് ഹഫിളഹുല്ലാ പറഞ്ഞിട്ടില്ല. മറിച്ച് തുറാസിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? തുറാസിലേക്ക് ചായവുണ്ട്, അവരുടെ കൂടെ പോയി ഇരിക്കുന്നുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കാര്യം പറഞ്ഞു. മൻഹജുഹു തുറാസി എന്ന് പറഞ്ഞു. അതെന്തല്ല, ഒരാൾ അവന് ഇഖ്വാനിയാണ്, പച്ച ഇഖ്വാനിയാണ് നമ്മൾ പറയും. അതുപോലെ തന്നെ അവന് തുറാസി, അതായത് ബിദഅത്തുകാരനാണെന്നുള്ള നിലക്ക് എന്ത് ചെയ്യും? തുറാസിയാണെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉലമാക്കളെ ബിദഅത്തുകാരാക്കുന്നവരാണ് എന്ന് പറഞ്ഞു എന്നതാണ് നമ്മളുടെ കുറ്റമായി അബൂ മുഫ്ലിഹ് എടുത്തു കൊണ്ടുവരുന്നത്. അതിനെ ഇവന് ഉപയോഗിക്കുന്ന എന്തിനാണ്? തുറാസി എന്ന് പറഞ്ഞ്, മൻഹജുഹു തുറാസി, ആളുടെ മൻഹജ് തുറാസിയാണ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും അവനെ ബിദഅത്തുകാരനാക്കണമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ പറയുന്നു അതിൻ്റെ ലാസിം എടുക്കരുത്. ബിദഅത്തുകാരനാക്കലല്ല ഷെയ്ഖ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
മറിച്ച് ഷെയ്ഖ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവരിലേക്ക് ചാഞ്ഞിട്ടുണ്ട്, അവരുടെ അടുക്കൽ പോകലുണ്ട് എന്നതൊക്കെയാണ് എന്ന് ആര് പറയുന്നു? അബൂ മുഫ്ലിഹ് പറയുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ലാസിമെടുത്ത് ഹുക്മ പറയുന്നതിനെ നിങ്ങൾ തന്നെ എതിർക്കുന്നു, എന്നിട്ട് നിയാഫിന് അത് കൊടുക്കുന്നുമില്ല. ഇതാണ് മൂപ്പരുടെ സംസാരം. സഹോദരങ്ങളെ, ഉലമാക്കൾ ചില സംസാരങ്ങൾ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ആ സംസാരങ്ങൾ ആ സാഹചര്യത്തിനനുസരിച്ചതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഷെയ്ഖ് മുഖ്ബിർ റഹ്മത്തുള്ളാഹി അബ്ദുൽ മജീദ് അൽ-സദ്ദാനിയെ കുറിച്ച് പറഞ്ഞത് ദജ്ജാലും മിന ദജാജില എന്നാണ്. ഒരു സാധാരണക്കാരൻ പൊതുവെ കേൾക്കുമ്പോൾ എന്താണ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാ? കാഫിർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കാഫിറാണ് ദജ്ജാൽ. തമാം. അവ ദജ്ജാൽ എന്ന് വിളിച്ചോ, മനസ്സിലായോ എന്ന് പറയാം. അപ്പൊ ദജ്ജാൽ എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ദജ്ജാൽ എന്ന് വിളിച്ചാലാണ് കാഫിറാക്കലല്ലേ? ഇസ്ഹാഖ് ബിൻ റാഹവയ്യ അദ്ദേഹത്തെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വിളിച്ചു ദജ്ജാലും മിന ദജാജില. ഒരുത്തവനക്ക് വന്നു പറയാം, ഇതെന്താ ദജ്ജാൽ എന്ന് പറഞ്ഞ കാഫിറല്ലേ, അപ്പൊ കാഫിറാക്കലല്ലേ ഇപ്പൊ ചെയ്തത് എന്ന് പറയാം. ഷെയ്ഖ് മുഖ്ബിർ റഹ്മത്തുള്ളാഹി വിഷയം സംസാരിക്കുന്നുണ്ട്. അയ്യോ, ഷെയ്ഖ് മുഖ്ബിർ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് ഈ അപവാദം പറയപ്പെട്ടു. അബ്ദുൽ മജീദ് അൽ-സന്ദാനിയെ എന്ത് ചെയ്യുന്നുണ്ട്? ആള് ബിദ്അത്ത്കാരനാണ്, പക്ഷെ അയാളെ തക്ഫീർ ചെയ്യുന്നുണ്ട്. അയാളെ ഷെയ്ഖ് മുഖ്ബിർ റഹ്മത്തുള്ളാഹി തക്ഫീർ ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെട്ടു. ബിദ്അത്ത്കാരനാണ് ആൾ, പക്ഷെ ആരോപണം എന്താണ്? ബിദ്അത്ത്കാരനാക്കിയെന്നല്ല, മറിച്ച് എന്താണ്? കാഫിറാക്കിയെന്നാണ്. അദ്ദേഹം പറയാണ്, ഞാൻ അയാളെ കാഫിറാക്കിയിട്ടില്ല, പക്ഷെ പറയാണ് ളാലിം മിനദ് ദുല്ലാൽ, വഴിവഴച്ചവരിൽ ഒരു വഴിവഴച്ചവനാണ് അയാൾ. എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ഇനി ഞാൻ ആളെ കാഫിറാക്കുന്നില്ല, പക്ഷെ പറഞ്ഞു കേട്ടോ അയാൾ ദജ്ജാലും മിന ദജാജിലാണ്, ദജ്ജാലിൽപ്പെട്ടൊരു ദജ്ജാലാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഞാൻ ആളെ കാഫിറാക്കുന്നില്ല, പക്ഷെ എന്നിട്ട് പറയണ എത്തിക്കേണ്ടവരെത്തിക്കേണ്ടവർക്ക് എത്തിച്ചോ, ആള് ദജ്ജാലും മിന ദജാജിലയാണ്. ആര്? ഷെയ്ഖ് മുഖ്ബിർ റഹ്മത്തുള്ളാഹി. ആരെ കുറിച്ച് പറഞ്ഞത്? അബ്ദുൽ മജീദ് അൽ-സന്ദാനിയെ കുറിച്ച് പറഞ്ഞത്. അയാൾ ഈ അടുത്ത് മരണപ്പെട്ടു, അൽഹംദുലില്ലാഹ്. പറഞ്ഞു വന്നത് ഇത്തരം പ്രയോഗങ്ങൾ അതുകൊണ്ട് തബ്ദീഅ ഉദ്ദേശിക്കാം, ഉദ്ദേശിക്കാതെയൊന്നുമില്ല. ആളതുകൊണ്ട് തബ്ദീഅ ഉദ്ദേശിക്കാം. എന്നാൽ പറഞ്ഞ ആൾ തന്നെ പറയാണ് ഞാനിതുകൊണ്ട് തബ്ദീഅ അല്ല ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ ഒരാൾ ദജ്ജാലും മിന ദജാജില എന്ന് പറഞ്ഞതുകൊണ്ട് എന്തുദ്ദേശിക്കാം? അയാളെ തക്ഫീർ ഉദ്ദേശിക്കാം. പക്ഷെ ആ പറഞ്ഞ ആൾ തന്നെ പറയാണ് ഞാനതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നിന്ന് മാറി, മറിച്ച് ഇഹ്യാഉ തറാത്തിലേക്ക് കൂടുതൽ അടുത്ത ആളാണ്, അവരുടെ കൂടെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്, അവരുടെ കൂടെ നടക്കുന്നുണ്ട്, ആരെവിടെയാണ് ഇറങ്ങുന്നത്? ഇഹ്യാഉ തറാത്തിന്റെ അടുത്താണ്. ഇതൊക്കെ കാണുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അയാളെ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടി ഈ പേര് ഉപയോഗിക്കാം. അതെന്തല്ല, അത് അയാളെ തബ്ദീഅ ചെയ്യലല്ല എന്ന് അയാൾ തന്നെ പറയാം. എന്നിട്ട് പറയാണ് ഇത് ളാഹിറുൽ ഖൗലാണ്, ഇത് ഖൗലിന്റെ ഇത് ളാഹിറാണ്, ഞാൻ മുബ്തദിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ സെയിം ആണ് ഇയാൾ തുറാത്തിയ മൻഹജിലാണ് എന്ന് പറയൽ. നമ്മള് ഷിർക്കിന്റെ വിഷയം, ഉദുർ ബിൽ ജഹലിന്റെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഷിർക്ക് തന്നെ എന്ന് പറയും. അപ്പൊ ഞാൻ മുശരിക്ക മുഅയ്യനായ ആളെ തക്ഫീർ ചെയ്യുന്നതും മാറ്റി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ പറയും. അവിടെ ഉദുർ ബിൽ ജഹലുണ്ടോ, അതുപോലെ തന്നെ പിന്നെ തഅ്വീലുണ്ടോ, കാര്യങ്ങളുണ്ടോ, വിഷയങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് ഹുക്മ് കൊടുക്കുന്നതിൽ. എന്നാൽ നിങ്ങൾ ഈ സഞ്ചരിക്കുന്ന ഈ വഴി എന്താണ്? അത് കുഫ്റിൻ്റെതാണ്, ഷിർക്കിൻ്റെതാണ്, ഖുബൂരിയത്താണ് നമ്മൾ പറയും, ഇല്ലേ? അതേപോലെ തന്നെ ഈ പോയ വഴി അതെന്തല്ല, അത് സലഫി ആയിട്ടുള്ള വഴിയല്ല, അത് മറിച്ച് തുറാസി ആയിട്ടുള്ള വഴിയാണ് എന്നാര് പറഞ്ഞു? ഷെയ്ഖ് ഹസൻ ബാഷുഐബ് പറഞ്ഞു. എന്നിട്ട് പറയാണ് അത് പച്ചയായ തബ്ദീഅാണ്. എന്നിട്ട് ഇതിനെ പറയാണ് അത് ഉലമാക്കളെ കുറ്റം പറയലേ അല്ല, അതിൽ നിന്നും ഇങ്ങനെ ലാസിം എടുത്തതാണ്.
ഏത് ലാസിമാണ് അടുത്തത്? തയ്യിബ്. വേറെ സ്ഥലങ്ങളിൽ പറയുന്നു അബ്ദുർ റസാഖ് അൽ ബദർ ഉദ്ദുഹു വറുകൂനുഹു ഇല തുറാസിയീന വാഹിർ. മര്യാദക്ക് തുറാസി എന്ന് പറഞ്ഞാൽ പോരെ. വേറൊരു സ്ഥലത്ത് എപ്പോഴും തുറാസി, അതായത് മൂപ്പൊരു മുബത്തദി തന്നെ ആണെങ്കിൽ മുബത്തദി എന്ന് പറഞ്ഞാൽ പോരെ. നോക്ക്, ചോദ്യം എന്താണ്? മാ ഹാലു അബ്ദുർ റസാഖ് അൽ ബദർ. ചോദ്യം, മാ ഹാലു അബ്ദുർ റസാഖ് അൽ ബദർ. സ്വാഭാവികമായിട്ട് ബിദഅത്തുകാരനായിട്ടുള്ള ഒരാളെ കുറിച്ച് ചോദിച്ചു പറഞ്ഞാൽ എന്താ ഉലമാക്കൾ മറുപടി പറയൽ? മുബ്തദി ളാല്ലെന്ന് പറയും ഇല്ലേ? കൃത്യമായവർ പറയും. അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അവർ അള്ളാഹിന്റെ പേരിൽ ഒരാളെയും പേടിക്കുന്നവരല്ല. അത് നല്ലവണ്ണം അറിയുന്നവരാണ് ഈ സംസാരിച്ച ആളുകൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വലാ യഖാഫൂന ലൗമത ലായിം, ഒരാക്ഷേപന്റെ ആക്ഷേപവും ഭയപ്പെടാറില്ല. എന്നിട്ട് പറയാണ് ഷെയ്ഖ്, ഉത്തരെന്താ? അബ്ദുർ റസാഖ് അൽ ബദർ വുദ്ദുഹു വറുകൂനുഹു ഇലാ അത്തുറാസിയീന വാഹിർ. തുറാസികളുടെ അടുക്കലേക്ക് ഇയാളുടെ ഇഷ്ടവും അതുപോലെ തന്നെ ചായവും വ്യക്തമാണ് എന്ന് പറഞ്ഞു. നേരെ പറഞ്ഞാൽ പോരെ മുബ്തദിയാണ്, ളാലാണ്. മനസ്സിലാവുന്നുണ്ടോ? കാര്യം മനസ്സിലായോ? അവരത് പറയാത്തത് എന്തുകൊണ്ടാണ്? അവരെ തബ്ദീഅ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇവിടെയൊക്കെ ചോദ്യങ്ങൾ എന്താണ്? അബ്ദുർ റസാഖ് അൽ ബദറിന്റെ ഹാലെന്താണ്, അയാളുടെ അയാളിൽ നിന്നും ഇൽമെടുക്കാൻ പറ്റുമോ, ഈ വിഷയങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന ആൾക്ക് ഉത്തരം നൽകുന്നത്, ഹാല് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ഇയാളുള്ള ഇഷ്ടം അതാണ്, അതുപോലെ തന്നെ മൻഹജ് തുറാസിയാണ്. ഈ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തബ്ദീഅ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ തന്നെ വിഷയം. അതെന്താണ്? എക്സ്ട്രാ വിഷയം തന്നെയാണ്. ഇങ്ങനെ ആയാൽ അങ്ങനെ ആവൂലേ, ഇതാണ് ലാസിം. നീ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ തൗഫീഖ്, അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നിനക്കില്ലെങ്കിലും പറഞ്ഞു തരാം. ലാസിം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത്? മൻഹജു തുറാസി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, തബ്ദീഅ് ചെയ്തു. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ മുഹമ്മദ്, അവന് ചെയ്തത് ശിർക്കാണ്, കണ്ടില്ല, മുശ്രിക്കാക്കി. ഒന്നുമില്ല, നോക്ക്. കഴിഞ്ഞ ദിവസം ഷെയ്ഖ് അബു യൂസുഫ് നജീബ് അശ്ശറാബി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ലേഖനം വന്നു. അതിലെന്താണ്? ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിനെ കുറിച്ചുള്ള സംസാരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്തിഗാസ അനുവദനീയാണെന്ന് പറഞ്ഞ ആളാണ്. പറഞ്ഞു ഇയാൾ ശിർക്കാണ് ഈ പറയുന്നത്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇയാളെ മുശ്രിക്കാക്കിയിട്ടില്ല. ഷെയ്ഖ് അബു യൂസുഫ് നജീബ് അശ്ശറാബി ഹഫിളഹുല്ലാഹ് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇയാളെ അഹ്ലുസുന്ന എന്ത് ചെയ്തിട്ടില്ല, മുശ്രിക്കാണ് എന്ന് വിധിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒരാളെ ഇതുകൊണ്ട് ഹുക്മ് ചെയ്യലും അതുപോലെ തന്നെ അയാളുടെ പ്രവർത്തനം ഹുക്മ് ചെയ്യലും രണ്ടും തമ്മിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വ്യത്യാസം കണ്ടിട്ടുണ്ട്. തയ്യിബ്. അതുപോലെ തന്നെ അടുത്ത വിഷയം എന്ന് പറയാനുണ്ടോ എന്നുള്ളതാണ്. അടുത്ത വിഷയം ഉമർ മൗലവിയെ കുറിച്ച് ഇവർ പറഞ്ഞതും ഇങ്ങനെ തന്നെ. ഉമർ മൗലവിയെ കുറിച്ച് ഇവർ പറഞ്ഞതും ഇങ്ങനെ തന്നെ. ഉമർ മൗലവിയുടെ ചില വിഷയങ്ങൾ, ഉമർ മൗലവിനെ ആർക്കറിയില്ല? ഷെയ്ഖ് അബൂബിലാലിനെ അറിയില്ല, ഷെയ്ഖ് ഷെയ്ഖ് ബാഷുഐബിനെ അറിയില്ല. ആർക്കും ആരറിയില്ല? ഉമർ മൗലവിനെ അറിയില്ല. ഉമർ മൗലവി പറഞ്ഞ ചില കാര്യങ്ങൾ ക്രോഡീകരിച്ചു. തമാം. അതിന് പറഞ്ഞു ഇതിങ്ങനെ ഒരാൾ നമ്മളവിടെ പറയുന്നുണ്ട്. കണ്ട മാത്രമല്ല, അവർ പറഞ്ഞു അത് ഇഖ്വാനി എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഉമർ മൗലവിയിൽ ആർക്കും അറിയില്ല. മറിച്ച് ഈ വാക്ക് പറയുന്ന ഒരുത്തനാണോ, സ്വാഭാവികമായത് ഇഖ്വാനിയാണ്. മനസ്സിലാകുന്നുണ്ടോ? റസൂലിനോട് വിളിച്ചു തേടാന്നാണ് വൃത്തം പറയുന്നത്, അല്ലെങ്കിൽ റസൂലിനോട് വിളിച്ചു തരുന്നത്. അവരെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? അതാ മുശ്രിക്. എന്താണ്? മുശ്രിക്കാണ്. പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക, ഇവിടെയുള്ള ഇന്നാളെ മുശ്രിക്കായിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇതെന്ത് വർത്തമാനമാണ്? മനസ്സിലായോ? കാര്യം എന്താ മനസ്സിലായോ? ഈ ഉമർ മൗലവി എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിന്റെ ചില സംസാരങ്ങൾ ക്രോഡീകരിച്ചിട്ട്, എന്നിട്ട് അതും അബൂ മുഫ്ലിഹ് ഇത് പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ഇന്നാളിങ്ങനെ പറഞ്ഞു, അത്രമാത്രം ഗുരുതരമായ വിഷയങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അബൂ മുഫ്ലിഹ് ശരിയാണ്, മൂപ്പര് ഇഖ്വാനിയാണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. കാര്യം മനസ്സിലാവുണ്ടോ?
വിഷയം മനസ്സിലാവുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇഖ്വാനിയുടെ സംസാരമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഒരാളോട് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഇഖ്വാനി എന്നാണ് കിട്ടുക, ഒരു സംശയമില്ല. പെണ്ണുങ്ങളെ വോട്ടിന് നിർത്തുന്നതും അതുപോലെ തന്നെ പെണ്ണുങ്ങളെ പുറത്തിറക്കുന്നതും വിഷയങ്ങളും കാര്യങ്ങളും ഇത് ഇഖ്വാനിയാണ് എന്ന് പറയും. ഇതിനിപ്പോൾ ഉമർ മൗലവി എന്നുള്ള പേര് അവിടെ ഇല്ല. നമ്മളോട് ഈ വർത്താനം പറഞ്ഞാൽ ഇത് ഏതോ ഇഖ്വാനി പറഞ്ഞിട്ടുള്ളതാന്ന് പറയും. സ്വാഭാവികമല്ലേ? അത് ആരോട് ചോദിച്ചാലും പറയൂലേ. ഇനി ഇവരോട് ചോദിച്ചാൽ പറയൂല എന്നാണോ? എങ്കിൽ അത് പറയും. മനസ്സിലായോ? ഇവരോട് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ ആള് സലഫിയോ അത് ഇഖ്വാനി ആവാനാണ് സാധ്യത. അവര് എന്താ പറയാ? സലഫി അങ്ങനെ പറയാ. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം നമുക്ക് മറുപടി പറഞ്ഞാൽ മതി. ശരി, പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഉമർ മൗലവിനെ ഇഖ്വാനിയാക്കിയിട്ടില്ല. ഷെയ്ഖ് അബൂബിലാലും ഉമർ മൗലവിനെ ഇഖ്വാനിയാക്കിയിട്ടില്ല. കാരണം എന്താണ്? ഷെയ്ഖ് അബൂബിലാലും ഉമർ മൗലവിനെ ഇഖ്വാനാക്കാൻ പറഞ്ഞത് ഈ വർത്താനം പറഞ്ഞ ആളെ എന്താണ്? ഇഖ്വാന. പിന്നെന്താ പറയേണ്ടത്? ഈ വർത്താനം നല്ല വർത്താനമുള്ളത് സലഫിയുടെ നല്ല ഹുല്ലസായിട്ടുള്ള സലഫി പറഞ്ഞതാണല്ലോ എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഒരു ഷെയ്ഖ് പറയേണ്ടത് അല്ല. മറിച്ച് ഇത് പറഞ്ഞ ആൾ ഇങ്ങനത്തെ ആളാണ്, മറിച്ച് ഈ പറഞ്ഞത് ആരാണ് എന്ന് ആർക്കറിയില്ല. ഷെയ്ഖ് അബൂബിലാലിന് അറിയില്ല, അദ്ദേഹത്തെ തഅയ്യിൻ ചെയ്ത് തബ്ദീഅ് ചെയ്തതുമല്ല. ഇത് മനസ്സിലാക്കാൻ ഈ ചങ്ങായിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരിലെ വലിയ ഇപ്പോഴത്തെ സ്റ്റാറായി നിൽക്കുന്നത് മൂപ്പരെണ്ണോ? അപ്പോൾ ബാക്കിയുള്ള ഒരു അവസ്ഥ എന്താണ്? അതായത് മൻഹജൊക്കെ സംസാരിച്ച് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ വേണ്ടി അബുൽ ഹസൻ അൽ മാരിബിന്റെ കിതാബൊക്കെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ മൂപ്പരാണിപ്പോ റേറ്റിംഗ് കൂടി നിൽക്കുന്ന ആള്. കഴിഞ്ഞ ദിവസം ഈ ഒരു ക്ലിപ്പ് മറുപടി എന്ന് പറഞ്ഞിട്ട് കണ്ടത്, ഈ സാധനം വന്നപ്പോൾ ആ ചാനൽ ഞാൻ നോക്കിയപ്പോൾ പൂത്തിരി കത്തുന്നു, അതുപോലെ തന്നെ പിന്നെ ലേക്ക് വരുന്നു, അതുപോലെ തന്നെ കപ്പ് വരുന്നു, എന്തൊക്കെ വരുന്നത്. അതിൻ്റെ അടിയിൽ എന്തുണ്ട്? സംഘടനക്കാര് ചില വിഷയങ്ങൾ, കേരളത്തിലെ സംഘടനയ്ക്ക് പറ്റിയ പിഴവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാരും മൈൻഡ് ചെയ്യണേ ഇല്ല. ഇവിടെ നോക്കുമ്പോൾ വെടിക്കെട്ടും പടക്കവും തിരിയും. എന്താ അവസ്ഥ മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് സംഘടന സംഭവങ്ങളൊന്നല്ല വിഷയം. ഇവർക്ക് എന്താ വിഷയം? സത്യം ഇവിടെ നടക്കാൻ പാടില്ല, ഹക്ക് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ഈ റൂട്ടാണ് ഉഷാറ്. അതിന് സംഘടനക്കാരെ നമുക്ക് കുറ്റം പറയും. കാരണം എന്താണ്? നമുക്കൊരു പ്രിവിലേജ് കിട്ടണമെങ്കിൽ ഇത് നടക്കണം. മറിച്ച് മഞ്ചേരിയിലുള്ള ഇഖ്വകൾ അവർ ഇങ്ങനെ ദഅവത്തുമായി വന്നാൽ അത് നമുക്ക് ദററാണ്, ഉപദ്രവമാണ്. കാരണം എന്താണ്? ആളുകൾ എന്തെങ്കിലും ഒരു നേരത്ത് സത്യം ഒന്ന് അറിയണമല്ലോ എന്നിട്ട് അന്വേഷിച്ച സാധനം കിട്ടും. താഴത്തേക്കൊന്ന് നോക്കിയാൽ അവനക്ക് സത്യം മനസ്സിലാവും. അത്ര വ്യക്തമായി കാര്യങ്ങൾ ഇപ്പം എന്തുണ്ട്? അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. തൗഫീഖ് ഉള്ളവർ അവർ സത്യം മനസ്സിലാക്കുന്നുണ്ട്, തൗഫീഖ് ഇല്ലാത്തവർ തൗഫീഖിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ചില ആളുകൾ അവരുടെ കൂട്ടത്തിൽ ലാസിം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. അത് പ്രശ്നമില്ല. ശരി, തയ്യബ്. ഇനിയാണ് 44-ാമത്തെ വിഷയത്തിൽ കളവുകൾ പ്രചരിപ്പിക്കൽ എന്ന രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടന്നു. 44-ാമത്തെ മിനിറ്റ്. ശരി, മറ്റേത് ടോപ്പിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത്തെ ടോപ്പിക്കിന് ബലം കൊടുക്കാനാണ് ഈ രണ്ടാമത്തെ ടോപ്പിക്ക് എടുത്തത്. ഇപ്പം രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്. 40 ആ ഒരു ടൈം കഴിഞ്ഞിട്ട് അതിന് പറയാണ്, ഇതിലുള്ള പലതും എനിക്ക് പഠിക്കാനോ അറിയാനോ കഴിയാത്ത പലതുമാണ്, അതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല. ഒരു ഉദാഹരണം മാത്രം നേരത്തെ പറഞ്ഞത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദറിന്റെ വിഷയം, അതാണെങ്കിലോ തെളിയിക്കാനോട്ട് പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു, നിയാബ് കുറ്റം പറഞ്ഞത്, അത് കുറ്റമല്ല എന്ന് തെളിയിക്കാനും പറ്റിയിട്ടില്ല. അത് ലാസിമാണ്, ദാഹിറാണ്, ലാസിമാണ് എന്ന് പറഞ്ഞിട്ട് എന്തായിട്ടില്ല? കൃത്യമായി ദാഹിറായിട്ട് അവിടുത്തെ തലവന്മാർ പലരും എന്താണ് അനീതിയും എടുത്തുചാട്ടക്കാരുമാണ് എന്ന് പറഞ്ഞത്, അതിനെ വെളുപ്പിക്കാൻ എന്ത് ചെയ്തിട്ടില്ല? മൂപ്പർക്ക് പറ്റിയിട്ടില്ല. അത് വെളുപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്ക്. ശരി, അതല്ലെങ്കിൽ തിരുത്തിക്കൊള്ളാൻ പറയും. അടുത്ത വിഷയം കളവുകൾ പ്രചരിപ്പിക്കൽ. അവർ എന്ത് ചെയ്യുന്നു? അതായത് നമ്മളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ സക്കരിയാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? കളവുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതിനാണ് മൂപ്പരിനി മറുപടി പറയുന്നത്, അതിൽ പലതും എനിക്കറിയില്ല, അറിയില്ലെങ്കിൽ തന്നെ ഒരെണ്ണത്തിന് ഞാനിപ്പോൾ പറഞ്ഞ മറുപടിയാണ് പറയാനുള്ളത്. ഏത്? ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ നിങ്ങൾ തബ്ദീഅ് ചെയ്തത് തന്നെ എന്ന് പറഞ്ഞു. അതാണിപ്പോൾ കളവ് പ്രചരിപ്പിക്കുന്നു പറഞ്ഞതിന് മറുപടി എന്താണ്? ഇല്ല, അത് കളവല്ല, അത് സത്യം തന്നെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ കളവ് പറഞ്ഞു. മനസ്സിലേ? കളവല്ല എന്ന് പറയാൻ പറഞ്ഞിട്ട് ഒന്നും കൂടെ കളവ് പറഞ്ഞു, അത്ര തന്നെ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത്തെ അതിലൊരു വിഷയം കൂടി കൊണ്ടുവരുന്നുണ്ട്. അതായത് കളവ് പ്രചരിപ്പിക്കലിൽ ഒരു വിഷയം കൂടെ നമുക്ക് മറുപടി അറിയാൻ. രണ്ടാമതൊരു കളവ്
ഇവർ പറഞ്ഞ കളവിനെ കുറിച്ച് അബൂ മുഫ്ലിഹ് പറഞ്ഞപ്പോൾ ആ ഒരു കളവിനെ കൂടി കൊണ്ടുവരുന്നുണ്ട്. പല കളവും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മയില്ല അബൂ മുഫ്ലിഹ് ഏതൊക്കെ വിഷയങ്ങളാണ് പറഞ്ഞതെന്ന്. പക്ഷേ രണ്ടാമത്തെ വിഷയം മൂപ്പര് പറയാണ്, കാരപ്പറമ്പിൽ പഠിക്കുന്ന ഒരു കുട്ടി ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയെ ഇവർ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൻ നമ്മളുടെ ചാനലുകളിൽ കയറി നോക്കിയപ്പോൾ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയുടെ കിതാബുകൾ പഠിപ്പിക്കപ്പെടുന്നതും മറ്റും കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി ഇത് കളവാണ്. അങ്ങനെ അവർ എന്ത് ചെയ്തു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ കൂടി. അപ്പോൾ അവർ കളവുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് കാരപ്പറമ്പിൽ എന്ത് ചെയ്യുന്നു, ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹയുടെ മൻഹജുമായി നമുക്ക് ബന്ധമില്ല എന്ന് കളവുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാര് പറഞ്ഞു, അബൂ മുഫ്ലിഹ് പറഞ്ഞു. അപ്പൊ അതിന് മറുപടിട്ടാ ഇവർക്ക് അദ്ദേഹത്തിനോടുള്ള നിലപാട് എന്താണെന്ന് നമ്മൾ വെറുതെ കിതാബ് വായിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാക്കണ്ട. കളവ് തിരുത്താൻ പോവാണ് മൂപ്പര്. നമുക്ക് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹുമായിട്ടുള്ള നിലപാട് എന്താണ്, ഷെയ്ഖിന്റെ കുറച്ച് കിതാബ് വായിക്കണ കണ്ടിട്ട് വെറുതെ ഇങ്ങനെ ഒരു മറയിടുന്നത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് ഇവർക്ക് ഷെയ്ഖ് ഫൗസാനോടുള്ള നിലപാട് ഇവരുടെ നാഴിൽ തന്നെ പുറത്തിയാടിയിട്ടുണ്ട്. എന്താണത്, ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയുടെ മൻഹജ് അവിയൽ പരുവമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയുടെ മൻഹജ് എന്താണ്, അവിയൽ പരുവമാണ്. കളവ് തിരുത്താമെന്നാണ് മൂപ്പര് എന്തിനു വന്നതാണ്, നമ്മൾ കളവ് പറയുന്നില്ല എന്ന് പറയാൻ വന്നാണ്. എന്നിട്ട് ചെയ്തതോ, ഒരു പുതിയ കളവ് പറഞ്ഞിട്ട് പോയി. ആര്, ഷാഹിദ്. പേര് പറഞ്ഞിട്ടില്ല, ഷാഹിദ് എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ അടുത്തൊരു വോയിസിൽ എന്ന് പറഞ്ഞിട്ട് അബു ഹഫ്സ ഇട്ട സാധനമാണ്. ഷെയ്ഖ് അബു ഹഫ്സ ആണല്ലോ ഷെയ്ഖ്. അതിൽ നിന്നും കിട്ടുന്ന വരദാനമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഛർദിക്കുന്നത്. അപ്പൊ അബു ഹഫ്സ കൊണ്ടുവന്ന ആ സാധനം അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഷാഹിദ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഷാഹിദാണ് ഇത് എന്ന് പറയാൻ കാരണം അതിൽ പറയണ്ട്, ഇയാള് തന്നെ ആശിക്കിനുള്ള മറുപടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്തു പറയുന്നുണ്ട്, ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയെ കുറിച്ചുള്ള നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. ഷാഹിദാണ് മനസ്സിലായി. കാരണം ആശിക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, മറുപടി കൊടുത്താലാണ് ഷാഹിദാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് മനസ്സിലായത് ഇതാണ്. കാരണം അള്ളാഹുവിന്റെ നിയമത്തോണ്ട് അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ശരി, ഇവർക്ക് അദ്ദേഹത്തിനുള്ള നിലപാട് ആശിക്കിനുള്ള റദ്ദിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞതിനാലാണ് നിങ്ങൾ സ്വീകരിക്കാത്തത്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചേനെ. മനസ്സിലായോ ഈ വാക്ക്? അപ്പോ ഇതിനെന്താ കിട്ടിയത്, തൗഫീഖിന് എന്താ കിട്ടിയെന്ന് പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഞങ്ങളെ പണ്ഡിതന്മാർ വരെ, ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഉള്ളത് വേറെ. ഇതിന് കിട്ടിയ സാധനം എന്താണ്, ഷെയ്ഖ് ഫൗസാൻ വേറെ, ഞങ്ങൾ വേറെ എന്നാണ് മൂപ്പർക്ക് കിട്ടിയത്. ഇത് ലാസിമുൽ ഖൗലാണോ അതോ ളാഹിറുൽ ഖൗലാണോ? ഉദാഹരണത്തിന് നമ്മൾ പറയാണ്, യമനിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതാണ് അവർക്ക് എന്ത് ചെയ്യുന്നുള്ളത്, അവർക്ക് മനസ്സിലാവാത്തത്. ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായേനെ എന്ന് പറഞ്ഞു. കണ്ട, യമനിലുള്ള ഒരു ഖുർആനും ബന്ധമില്ല. അപ്പൊ ഖുർആൻ വേറെ, ഇവരുടെ പണ്ഡിതന്മാർ വേറെ. ലാസിമുൽ ഖൗൽ കിട്ടിയോ? ഇനി നമ്മൾ പറഞ്ഞു യമനിലെ പണ്ഡിതന്മാർ പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ഇവർ അംഗീകരിക്കാത്തത്. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അവർ അംഗീകരിച്ചേനെ. കാരണം എന്താ, ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പലർക്കും അംഗീകൃതനാണ്. യമനിലെ പണ്ഡിതന്മാർ ഇവർക്ക് അംഗീകൃതരല്ല. ഒന്നുകൂടെ തെളിയാണ്. ഫസ്റ്റ് ഇങ്ങനെ പറയണ്ടേ, യമനിലെ പണ്ഡിതനായാലും ജോർദാനിലെ പണ്ഡിതനായാലും പിന്നെ ഏതാണ് സൗദിയിലെ പണ്ഡിതനായാലും നമുക്കൊന്നു തന്നെ. പക്ഷെ അതല്ല, അതാണ് ഷാഹിദ് പറഞ്ഞത്. യമനിലെ പണ്ഡിതനായതുകൊണ്ട് നമ്മളിപ്പോൾ അംഗീകരിക്കുന്ന നമ്മളുടെ ഉലമാക്കൾ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാന്ന് പറയട്ടെ. അവര് ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. ഷെയ്ഖ് ഫൗസാൻ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ, അംഗീകരിച്ചേനെ. അത് ചിലപ്പോൾ ഷാഹിദ് തെറ്റിദ്ധരിച്ചായിരിക്കും. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അല്ല, ഇമാം ഇബ്നു തൈമിയ്യ തന്നെ വന്ന് പറഞ്ഞാലും ഹക്കാണെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് ഷാഹിദിന് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരുന്നതായിരിക്കും ഇവരെ കുറിച്ച്. ഇവർ വേറെ ടീമാണ്. തമാം, പറഞ്ഞ മനസ്സിലാണ്ടോ? അപ്പോ എന്നിട്ട് ഇതെടുത്തു കൊണ്ടുവന്നിട്ട് പറയാണ്, കണ്ടില്ല, ഇവര് തന്നെ പറഞ്ഞു
ഫൗസാന്റെ മനഹജ് വേറെ, നമ്മളെ മനഹജ് വേറെ. ഇത് എന്ത് പൊട്ടത്തരമാണ് ഇത് പറയുന്നത് എന്ന് കേൾക്കുന്നവർക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ഞാൻ അതിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദുള്ളാഹിയുടെ മനഹജ് അതിവരുടെ മനഹജല്ല എന്ന് പറഞ്ഞതിന് തെളിവ് എന്താണ്? സ്വാലിഹ് അൽ ഉസൈമി അയാളെ ഷെയ്ഖ് ഫൗസാൻ എന്ത് ചെയ്യുന്നു? ന്യായീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, അത്രമാത്രം. അബുൽ ഹസൻ അൽ മഅരിബി അയാളുടെ കിതാബ് എടുത്തുകൊണ്ടൊന്നു. ആര്? ഇതേ തൗഫീഖ്. എന്തിനാണെന്നറിയോ? കേരളത്തിൽ പഠിപ്പിക്കാൻ. അന്ന് നമ്മൾ വിചാരിച്ചത് പൊട്ടത്തരം പറ്റിയായിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു. കാരണം എന്താണ്? അബുൽ ഹസൻ അൽ മഅരിബിക്ക് പറയാനുള്ള ആശയങ്ങൾ അവനിപ്പോൾ എന്ത് ചെയ്യാണ്? വേറെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഫസ്റ്റ് കിതാബ് എന്നെ കൊണ്ടുവരാൻ നോക്കി, അപ്പോഴത്തേന് നമ്മൾ എതിർത്തു. അപ്പോൾ അതെന്ത് ചെയ്തു? ഇത് പെട്ടെന്ന് നടക്കൂല, ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരാം എന്നതായിരിക്കും പരിപാടി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിജയിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവസാനം റാഫിദികളുടെ പരിപാടിക്ക് പോലും പോകാമെന്ന് പറയുന്ന കോലത്തിലുള്ള ആളുകൾ ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ നേതാക്കന്മാർക്ക്, മുഹമ്മദ് ഇമാമിനെ പോലുള്ള, ഇബ്നു ഹിജാമിനെ പോലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഹിയാത്തുറാസൊക്കെ പോട്ടെ, റാഫിദികളുടെ പരിപാടിക്ക് പോകാം എന്നുള്ള കോലത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. അതങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൊണ്ടുവരാം. ആദ്യം ഫസ്റ്റ് ഒന്ന് അവതരിപ്പിക്കാൻ നോക്കി, ഒറ്റ അടി അടിച്ചു. ഇനി എന്താണ്? പതുക്കെ അഴിഞ്ഞു കയറലാണ്. അതിനുള്ള പണിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാലിഹ് അൽ ഉസൈമിയെ ആര് ന്യായീകരിക്കുന്നു? ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദുല്ലാഹ് ന്യായീകരിക്കുന്നു. നമ്മൾ അയാളെ എതിർക്കുന്നു. സ്വാഭാവികമല്ലേ? ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദുല്ലാഹ്ക്ക് സ്വാലിഹ് അൽ ഉസൈമിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അത്ര തന്നെ. ഈ പറയുന്ന അബുൽ ഹസൻ അൽ മഅരിബി അയാൾ ബിദ്അത്തുകാരനാണെന്ന് ഇവരുടെ കക്ഷിയിലെ പലരും അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഇവൻ അറിയാതെ അവതരിപ്പിക്കാൻ ശ്രമിച്ച കിതാബ് പിൻവലിക്കേണ്ടി വന്നത്. ആ അബുൽ ഹസൻ അൽ മഅരിബി ബിദ്അത്തുകാരനാണെന്ന് ആരംഗീകരിക്കുന്നില്ല? ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിദുല്ലാഹ് അംഗീകരിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞോ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിന്റെ മനഹജ് വേറെയാണ്. ഇവർ പറഞ്ഞോ ഞങ്ങൾ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിന്റെ മനഹജിലല്ലാന്ന്? ഞങ്ങൾ അബുൽ ഹസൻ ബിദ്ഇയാണ് എന്ന് കരുതുന്ന ആൾക്കാരാണ് ഞങ്ങൾ. തയ്യിബ്. ആര്? ജക്കരിയാക്കൾ. ജക്കരിയ സലാഹി പണ്ട് മരിക്കുന്നതിന് മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട്. അബുൽ ഹസൻ അൽ മഅരിബി പണ്ടേ പഠിച്ചു അയാളാണ്. ഇത് അയാൾ അന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഇവർ പറഞ്ഞോ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിദഹുല്ലാഹ് ഞങ്ങളുടെ മനഹജിലല്ല, കാരണം അബുൽ ഹസനെ ഈ ഷെയ്ഖ് തബ്ദീഅ ചെയ്യുന്നില്ല, അതിനാൽ ഞങ്ങളുടെ മനഹജിലല്ല എന്ന് ഇവർ പറഞ്ഞോ? ഇവർ പറയാത്ത പിന്നെ നമ്മൾ മാത്രം എന്തിനാ അങ്ങനെ അംഗീകരിക്കേണ്ട ആവശ്യം? മനസ്സിലാവുന്നുണ്ടോ? ഇവർക്കൊരു ന്യായവും നമുക്ക് വേറെ ന്യായവും. കാര്യം മനസ്സിലായോ? ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് സ്വാലിഹ് അൽ ഉസൈമിയെ കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ നബീൽ അൽ ഇവദിക്ക് മനസ്സിലായിട്ടുണ്ട്. നബീൽ അൽ ഇവദി ആരാണ്? പച്ച ഇഖ്വാനിയാണ്. പച്ച ഇഖ്വാനിയാണ്. അതിൽ ആർക്കും തർക്കമില്ല. ഇത് ഇഖ്വാനി എന്നുള്ളത് പേര് വിളിക്കില്ല, പച്ച ഇഖ്വാനിയാണ്. ആ ഇഖ്വാനി സ്വാലിഹ് അൽ ഉസൈമിയുടെ ക്ലാസ് തുടങ്ങാൻ നേരത്ത് ട്വിറ്ററിൽ പോസ്റ്റ്, ഇതാ ഷെയ്ഖിന്റെ ദർസിന് പോകാൻ വേണ്ടി കുവൈത്തിൽ നിന്നുള്ള സംഘം പോകുന്നു, എന്നിട്ട് ബസ്സിന്റെ ഫോട്ടോ, ഷെയ്ഖ് വലിയ ഷെയ്ഖ്. മനസ്സിലാവുന്നുണ്ടോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അർത്ഥം ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ആൾ ഇഖ്വാനിയാണെന്ന് ഞാൻ പറഞ്ഞു എന്നല്ലേ? ഇനിയിപ്പോൾ അതും പറഞ്ഞു വരും. പക്ഷേ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടെന്ന് പുറത്ത് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ബിദ്അത്തുകാരൻ, അതായത് അന്തമുള്ള ബിദ്അത്തുകാരൻ, ഏതന്തം? അവന്റെ ബിദ്അത്തിനെ രക്ഷിക്കണമെന്ന ചിന്തയുള്ള ഒരു ബിദ്അത്തുകാരൻ തന്റെ ബിദ്അത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത, തന്റെ ബിദ്അത്തിന് എതിര് നിൽക്കുന്ന ഒരാളെ സഹായിക്കുക, അയാൾക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടുക, ഷെയർ ചെയ്യുക എന്നത് ബുദ്ധിയുള്ളവന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം മനസ്സിലായോ? അവർ ഇവിടെ നിന്ന് അഫെക്ഷൻ കാണിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ ജാഗരൂകരായി നിൽക്കുക. ഓനെ ആർക്കിഷ്ടം? ഇന്നോനക്ക് അവന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവനക്ക് ഇവൻ ഇഷ്ടമാകണമെങ്കിൽ, ഈ അവൻ ഇവനെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിൽ പറയണം, അല്ലാണ്ട് ശേഖന്മാർ പറയണല്ല. അവനക്ക് ഇവൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവന് ഇഷ്ടപ്പെടാൻ കാരണമായ ഒന്നിവിടെയുണ്ട് എന്ന് സ്വാഭാവികമായ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ഇത് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞു വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഉലമാക്കൾ വിശദീകരിച്ചതാണ്. പറഞ്ഞു വന്നത് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് ഇയാളുടെ തനിനിറം മനസ്സിലായിട്ടില്ല. ഇനി തനിനിറം മനസ്സിലായിട്ടും ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തെ ഈ പറഞ്ഞ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമിയെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്?
ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദുല്ലാഹ് അറിയാത്തതിനാലാണ് അത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദുല്ലാഹയെ കുറിച്ച് നമുക്കുള്ള നിലപാടും ഹുസ്നുൽ ദന്നും അത് തന്നെയാണ്. അതേ നിലപാടും ഹുസ്നുൽ ദന്നുമാണ് ആരെക്കുറിച്ചും അഷ്ശൈഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിനെ കുറിച്ചും നമുക്കുള്ളത്. അദ്ദേഹം അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്, മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഈ ആളുടെ തനിനിറം അദ്ദേഹത്തിന് വ്യക്തമാകാത്തതിനാലാണ്. എന്നാൽ വ്യക്തമായവർ അവർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ അതാണ് 51 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മളിപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് അറിയില്ല. ഇഹ്യാഉ തുറാത്ത്. അപ്പോൾ ഇനി അടുത്ത വിഷയം വരുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദറിനെ കുറിച്ചാണ്. അബ്ദുർ റസാഖ് അൽ ബദറിന്റെ വിഷയം എന്താണ്? ഇഹ്യാഉ തുറാത്തിന്റെ പരിപാടിയിൽ ആര് പോയി? അബ്ദുർ റസാഖ് അൽ ബദർ പോയി. അപ്പൊ ഈ വിഷയത്തിൽ നമ്മളുടെ ഉലമാക്കൾ എന്ത് ചെയ്തു? ആ വിഷയത്തിൽ ആക്ഷേപിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ കുറെ നേരം, എത്ര നേരമായി അറിയോ? 9:12. അല്ലാഹു മുസ്തആൻ. എന്തായാലും ഇത് കുറച്ചുകൂടെ ഉള്ളതുകൊണ്ട് തീർക്കാം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നമ്മൾ കേട്ടു. എന്താണത്? മൻ അറദ നഫ്സഹു ലിത്തുഹം ഫലാ യലുമന്ന മൻ അസാഅ അദ്ദന്ന ബിഹി. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കിന്റെ അർത്ഥം. ആരാണോ തുഹ്മത്തുകൾക്ക് തന്റെ നഫ്സിനെ കൊണ്ടുപോയി ചാർത്തി കൊടുത്തത്, അവനെ കുറിച്ച് മോശം വിചാരിച്ചവനെ അവൻ കുറ്റം പറയണ്ട. മനസ്സിലായില്ലേ? ആക്ഷേപങ്ങൾക്ക് പാത്രമാക്കി തന്റെ നഫ്സിനെ കൊണ്ടുവച്ചവൻ ആരാണോ അവൻ എന്ത് ചെയ്യണ്ട? ആക്ഷേപിക്കുന്നവനെ കുറ്റം പറയണ്ട. അത് സ്വാഭാവികമാണ്. വെക്കുന്നവനെ കുറ്റം പറയണ്ട, അത് സ്വാഭാവികമാണ്. മനസ്സിലാവുന്നുണ്ടോ? സഹോദരങ്ങൾ, ഇഹ്യാഉ തുറാത്തിന്റെ പരിപാടിക്ക് പോയി. ഒരിക്കലും ശരിയല്ലാത്തൊരു നിലപാടാണ്. ഇനി ചില നിബന്ധനകളോടെ ചില ഉലമാക്കൾ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒഴിവാക്കലാണ് വേണ്ടത്. കാരണമുണ്ട്. കാരണത്തിൽ ഒന്നാണ്, ഈ മനുഷ്യൻ, ഈ ഷെയ്ഖ് ഈ ആളുകളുടെ കൂടെയുള്ളവരാണെന്ന് സാധാരണക്കാർ ചിന്തിക്കും. എന്നിട്ട് തൗഫീഖ് ചോദിക്കുകയാണ് ഈ ഫ്രണ്ടിലുള്ള ആൾക്കാരോട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഈ തുറാത്തിന്റെ കൂടാണെന്ന്? മനസ്സിലായോ? അവർക്ക് തോന്നിയിട്ടില്ല. അവർക്ക് തോന്നണമെന്ന് അറിയാം, ഞങ്ങളെ കൂടാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ. നിങ്ങൾ വിസ്ഡങ്കാരോട് പോയിട്ട് ചോദിച്ചു നോക്കിയേ, ആരുടെ കൂടാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ എന്ന്? ഞങ്ങളെ കൂടെ. എന്താ സംശയം? ഇഹ്യാഉ തുറാത്തുകാരോട് ചോദിച്ചു നോക്ക്, അവരുടെ കക്ഷിയുമായി ബന്ധപ്പെട്ട സാധാരണക്കാരോട് ചോദിച്ചു നോക്ക്, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ആരുടെ കൂടെയാണെന്ന്? ഞങ്ങളുടെ കൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവരെ കൂടാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ തോന്നി? ഇല്ല, ഞങ്ങൾക്ക് കൂടെ എന്നാണ് തോന്നുന്നത്. അതായത് ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി എന്തോ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടുക. ഈ സംസാരത്തിനിടയിൽ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറബിയിൽ ക്ലാസ് കേൾക്കുന്നത് ചിലപ്പോൾ തുല്ലാബിൽ മാവണമെന്നില്ല. കാരണം അവർക്ക് തുല്ലാബിൽ മാവണമെന്നില്ല അറബി മനസ്സിലാവാൻ. സാധാരണക്കാർക്ക് അറബി അറിയാം. അവർക്ക് മനസ്സിലാവുണ്ടോ? അറബികൾക്ക്, സാധാരണക്കാർക്ക് അറബി അറിയാലോ, അവർ ഭാഷയല്ലേ അത്. അപ്പൊ അവർ ഏത് ക്ലാസ്സും കേൾക്കും. നോക്കുമ്പോൾ ഏതാണ്, ഇഹ്യാഉ തുറാത്തിന്റെ ചാനലിലോ അല്ലെങ്കിൽ പിന്നെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും? അവർ നോക്കുമ്പോൾ ഒരു ദിവസം ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ വന്നിരിക്കുന്നു, സൗദിയത്തെ വലിയ പണ്ഡിതനാണ്. ഒരു ദിവസം ഇന്നാൾ വന്നിരിക്കുന്നു. ഇഹ്യാഉ തുറാത്ത് അപ്പം എന്താ മോശം? മാഷാ അല്ലാഹ്, ഇത്രയും നല്ലൊരു സംഘടന, ഇൽമു പ്രചരിപ്പിക്കുന്ന സംഘടന. മനസ്സിലാകുന്നുണ്ടോ? ശരി. എന്നിട്ട് അവർ പറഞ്ഞു 3 നിബന്ധന. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഇഹ്യാഉ തുറാത്തിലേക്ക് പോയത് ശരിയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഒരു തെറ്റുമില്ല. മഞ്ചേരിക്കാരോട് ചോദിച്ചാൽ അവർ പറയും ബിദ്അത്ത്. ഇത് രണ്ടും ശരിയല്ല. എന്നാരും അറിയാം? ഈ തൗഫീഖ് തന്നെ പറയാം. സഹോദരൻ, നിങ്ങൾ ഒന്നാമത് പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് നിങ്ങളെ കാര്യത്തിൽ. അപ്പൊ പറയാ അതും ശരിയല്ല. നീ എതിർത്താ കുഴപ്പമില്ല, നമ്മൾ എതിർത്താൽ പ്രശ്നമോ? നീ ഇപ്പൊ എന്താ പറഞ്ഞത്? നമുക്കൊരു വിചാരം ഉണ്ട് അത് തെറ്റല്ലാന്ന്. അതേ ആ വിചാരം നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എതിർക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് നിങ്ങൾ എത്ര പെയിന്റ് അടിച്ചാലും നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം.
ഇത് മുഴുവൻ പെയിന്റ് അടിക്കൽ മാത്രമാണ്. അതടിച്ചാൽ നമുക്കറിയാലോ, ഇത് പശുവിനെ വെള്ള പെയിന്റ് അടിച്ചാൽ അല്ലെങ്കിൽ നീല പെയിന്റ് അടിച്ചാൽ അത് പശു എല്ലാം ഉണ്ടാവോ? അപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞത് ഈ കാര്യം, എന്നിട്ട് അവരോട് തന്നെ ചോദിച്ചിട്ട് ഈ ഉത്തരം എന്താണ് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് തെറ്റാണ്, ഇത് തെറ്റന്നാണെന്നാണ് നമ്മൾ പറയുന്നത്. ശരി, ഇനി ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിച്ച ആളുകളോട് സലഫുകൾ എന്താ ചെയ്തത്? സലഫുകൾ പറഞ്ഞു, മൻ അഖ്ഫാ അലൈനാ ബിദ്അതുഹു ലാ തഖ്ഫാ അലൈനാ ഉൽഫതു. ഇത് തന്നെ തൗഫീഖ് നമുക്കും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതേ സംസാരത്തിൽ ആരാണോ അവരുടെ ബിദ്അത്ത് മറച്ചു വെച്ചത് കൂട്ടുകെട്ട് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ശൈഖ് അബൂ ഹംസ ശുഐബ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് കാണാം, മൻ യുജാലിസ് അഹ്ലൽ ബിദ്അ അശദ്ദു അലൈനാ മിൻ അഹ്ലിൽ ബിദ്അ. ഇബ്നു ഔൻ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ആരാണോ ബിദ്അത്തുകാരുടെ ഒപ്പം ഇരിക്കുന്നത് അവർ നമുക്ക് ബിദ്അത്തുകാരെക്കാൾ ഉപദ്രവമാണ്. അപകടമല്ലേ? അപകടമാണ്. ഇത് കേട്ട ഒരാൾ സൂക്ഷിക്കണം അയാളെ എന്ന് പറഞ്ഞാൽ അത് തെറ്റാ? അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നതിലേ തെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, വലമ്മ ഖദിമ മൂസ ഇബ്നു ഉഖബ അസ്സൂരി ബഗ്ദാദ്. മൂസ ഇബ്നു ഉഖബ അസ്സൂരി എന്ന് പറയുന്ന ആൾ ബഗ്ദാദിലേക്ക് വന്നപ്പോൾ, കേട്ടോ, ബഗ്ദാദിലേക്ക് വന്നപ്പോൾ ഫദുക്കറ ലി അഹ്മദ് ഇബ്നു ഹംബൽ, ഈ വിഷയം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹിനോട് പറയപ്പെട്ടു. മൂസ ഇബ്നു ബഗ്ദാദ് അസ്സൂരി അല്ല മൂസ ഇബ്നു ഉഖബ അസ്സൂരി എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്, ബഗ്ദാദിലേക്ക് വന്നു. എടുത്ത വഴിക്ക് അഹ്മദ് ഇബ്നു ഹംബൽ പറയാണ് റഹിമഹുല്ലാഹ്, ഉൻദുറു അലാ മൻ നസൽ, അവനെ നോക്ക്, അവൻ എവിടെയാണ് ഇറങ്ങിയത്, ആരുടെ വീട്ടിലേക്കാണ് പോയത്, ആരുടെ കൂടെയാണുള്ളത്, വൈലാ മൻ യഅവി, ആരുടെ കൂടെയാണ് നടക്കുന്നത്, എവിടെയാണ് ഇറങ്ങിയത്, ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ചെന്ന ആൾക്കാരാരാണ്, അല്ലെങ്കിൽ ആരുടെ അടുത്താണ് സ്വീകരണമായിട്ട് എത്തിയത്, എവിടേക്കാണ് കടന്നു ചെല്ലുന്നത്, നോക്കിക്കോ. ആര് പറയാ? അഹ്മദ് ഇബ്നു ഹംബൽ. ഇത് വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കൂലേ, ആരുടെ അടുത്തേക്കാണ് പോണത്, എവിടേക്കാണ് പോകുന്നത്? ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞെന്താണ്? സ്വന്തം നഫ്സിനെ തുഹ്മത്തുകൾ കൊണ്ട് ചാരി വെച്ചിട്ട് തന്നെ കുറിച്ച് മോശം വിചാരിക്കുന്നവനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചവനെ കുറിച്ചിട്ട് മോശം പറഞ്ഞിട്ട് കാര്യമില്ല. ആമിഷ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഇമാം ആമിഷ് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയാണ്, കാനു ലാ യസ്അലൂന അനിർ റജുലി ബഅദ സലാത്ത്. 3 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളെ കുറിച്ച് ആളുകൾ ചോദിക്കാറില്ല, കാര്യം മനസ്സിലായവനെ കുറിച്ച്. 3 കാര്യങ്ങൾ ഒരാളിൽ നിന്ന് കണ്ടാൽ പിന്നെ അയാളെ കുറിച്ച് ആളുകൾ ചോദിക്കാറില്ല, അല്ല നമ്മളുടെ സലഫുകൾ ചോദിക്കാറില്ല. എന്താണ് 3 കാര്യങ്ങൾ? മംശാഹു, ആരെ കൂടെ നടക്കുന്നത്, മദ്ഖലുഹു, ആരെ കൂടെ കയറുന്നത്, വഉൽഫുഹു മിനന്നാസ്, ജനങ്ങളുടെ കൂടെ ആരുടെ കൂടെയാണ് അവനക്ക് കൂട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാറില്ല, പിന്നെ വേറൊന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല, കാരണം അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മളുടെ സലഫുകൾ പറയാ, എന്നിട്ട് നമ്മൾ സംശയിക്കാതിരിക്കുകയോ സൂക്ഷിക്കാതിരിക്കുകയോ നമുക്കൊരിക്കലും പറ്റിയ കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരു കാര്യം എന്താ? ശരി, ഇഹ്യാ തുറാദിന്റെ അവിടെ അവർക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയതാണെങ്കിൽ അവരെ എതിർത്ത ഏതെങ്കിലും ക്ലിപ്പുണ്ടോ? അത് കൊണ്ടുവരട്ടെ. അത് കൊണ്ടുവന്നാൽ എല്ലാവർക്കും സമാധാനമായില്ലേ? നമ്മൾ എന്തിനാണ് എതിർത്തത്? ആദ്യമേ പറഞ്ഞു ബിദ്അത്തുകാരനാക്കിയതല്ല, മറിച്ച് ഈ വിഷയത്തെ എതിർക്കുകയും ആളുകൾ സൂക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കാൻ വേണ്ടി പറഞ്ഞതുമാണ്. ഇനി അതല്ല, ഇഹ്യാ തുറാത്തുകാരെ ശക്തമായി എതിർക്കുന്ന ആളാണ് ഇയാൾ എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളോ സംസാരങ്ങളോ കൊണ്ടുതരിക, നമുക്കതെന്ത് ചെയ്യാം, ഉലമാക്കളോട് ചോദിക്കാം. അപ്പോൾ ഈ റദ്ദ് കേൾക്കുന്നവർ അടുത്ത ബാധ്യതയും കൂടെ ചെയ്യണം. എന്താണ്? ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഇഹ്യാ തുറാത്തിനെതിരെ സംസാരിച്ചത് ഒന്നുകിൽ അവിടെ പോയിട്ട് സംസാരിച്ചത്, അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇഹ്യാ തുറാത്തിനെതിരെ സംസാരിച്ചത്, അത് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? എന്താ ഷെയ്ഖ് നോക്ക്, ഇഹ്യാ തുറാത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന ആളാണ് ഇയാൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു നോക്കാം. തയ്യിബ് സഹോദരങ്ങളെ, അപ്പോൾ ഇതാണ് ഈ മറുപടിയുടെ ഏകദേശം ഒരു രൂപം. ഈ മസാല ഇത്രയേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത്. എന്താണ് മൂപ്പര് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് അറിയില്ല. ശരി.
എന്നിട്ട് പറയാണ് മാക്സിമം നമുക്ക് പറയാൻ സാധിക്കുന്നത് പോയത് ശരിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? നമ്മൾ പോയത് ശരിയായില്ല. അപ്പം ഈ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യും? അവരോടൊക്കെ എന്താ പറയുക? മുമ്പ് പോയത് ശരിയായില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക? ഒഴിവാക്കലാണ്. അതല്ലെങ്കിൽ എവിടെ വെച്ചാണ് നിങ്ങൾ പറയേണ്ടത്? പബ്ലിക്കായിട്ട് പറയണോ? അതല്ലെങ്കിൽ രഹസ്യമായി മൂപ്പരോട് മെസ്സേജ് അയക്കുകയാണോ വേണ്ടത്? സഹോദരങ്ങളെ, ഇതിലൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കൃത്യമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ആളുകൾക്ക് നസീഹത്ത് എന്നുള്ള നിലക്ക് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട സ്ഥലത്ത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. അത് പലർക്കും പിടിക്കുന്നില്ല. അതിലൊരു കൂട്ടരാണിവർ എന്ന് മാത്രം. ശരി, തയ്യബ് എന്നിട്ട് പറയാണ്, അതായത് നമ്മളെക്കുറിച്ച് ഒരു വെപ്പ് വെച്ചിട്ട് പോവുകയാണ്. നമ്മൾ മറുപടി പറയേണ്ടതുണ്ട്. ഇവരെന്നല്ല ഏത് വിദഗ്ധക്കാരാണെങ്കിലും, ഇവരെന്നല്ല ഏത് വിദഗ്ധക്കാരാണെങ്കിലും നമ്മൾ ഈ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് നമ്മൾ വിദഗ്ധക്കാരാണ് എന്ന് നേരത്തെ പറഞ്ഞ ലാസിമുൽ ഖൗൽ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ അത് പറയാമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. സമയം ദീർഘിച്ചിട്ടുണ്ട് എന്നറിയാം, എങ്കിലും ഇത് പറയാതെ വയ്യായിരുന്നു. ഇലാഹുന വല്ലാഹു തആല അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.